ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് ആദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് സംസാരിക്കുകയായിരുന്നു. രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു. അതാണ് നമ്മൾ കേട്ടത്. ഇതേക്കുറിച്ചുള്ള ചർച്ചയിലേക്ക് ഇനി പോവുകയാണ്. നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അതിഥികളിലേക്ക് വരാം. നമ്മളെല്ലാവരും ഇപ്പോൾ കേട്ടതുപോലെ പ്രധാനമന്ത്രി രാജ്യത്തോട് സംസാരിക്കുകയായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ വിശദാംശങ്ങൾ സൈന്യം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷേ പ്രധാനമന്ത്രി, രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രി, നായകൻ എന്തു പറയുന്നു ഔപചാരികമായി എന്നറിയാൻ വേണ്ടി രാഷ്ട്രവും ഒപ്പം തന്നെ ലോകവും കാത്തിരിക്കുകയായിരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ നമുക്ക് മുമ്പിൽ, ഇന്ത്യക്ക് മുമ്പിൽ, ജനങ്ങൾക്ക് മുമ്പിൽ, ഒപ്പം തന്നെ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇതേക്കുറിച്ചുള്ള ചർച്ചയിലേക്ക് പോവുകയാണ്. നമ്മളോടൊപ്പം ഇപ്പോഴുള്ളത് CPIM വേണ്ടി അഡ്വക്കേറ്റ് KS അരുൺകുമാർ, BJPക്ക് വേണ്ടി CV സജനി, വിദേശകാര്യ വിദഗ്ധൻ എന്ന നിലയ്ക്ക് ഡോക്ടർ ജോസഫ് ആൻ്റണി. ആദ്യം തന്നെ ഞാൻ ജോസഫ് ആൻ്റണിയിലേക്ക് വരികയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് അതിൻ്റെ 5ാമത്തെ ദിവസം വെടിനിർത്തൽ ഇന്ത്യയും പാകിസ്ഥാനുമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞ് 3ാം ദിവസം ഇപ്പോൾ പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ പ്രധാനമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിച്ച ഒരു സന്ദേശം തന്നെയാണോ രാഷ്ട്രത്തിന് കിട്ടിയിരിക്കുന്നത്? അദ്ദേഹം ഈ ഒരു ഘട്ടത്തിൽ ഇന്ത്യയോട് പറയുന്നത് എന്താണ്? ഒരു രാജ്യകാര്യ വിദഗ്ധൻ എന്ന നിലയ്ക്ക്, വിദേശകാര്യ വിദഗ്ധൻ എന്ന നിലയ്ക്ക് താങ്കൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ, വികാരഭരിതമായ ആ പ്രസംഗത്തെ എങ്ങനെ വിലയിരുത്തുന്നു? അദ്ദേഹം ഹിന്ദിയിലാണ് പ്രസംഗിച്ചത്. അതെ, അതിൻ്റെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇത്രയും ദിവസം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ വാർത്തകളെല്ലാം ഫോളോ ചെയ്തിരുന്നു എന്നുള്ളതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഏകദേശ രൂപം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം, അദ്ദേഹം ഭാരതത്തിൻ്റെ ശക്തിയായ, ഭാരതത്തെ സംരക്ഷിക്കുന്ന പ്രധാന വിഭാഗമായ സേനയ്ക്ക് അദ്ദേഹം നൽകിയ സല്യൂട്ടാണ്. ആ സല്യൂട്ടിന് കാരണം ഓപ്പറേഷൻ സിന്ദൂർ എന്ന പരിപാടി, ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഓപ്പറേഷൻ വളരെ വിജയകരമായി, ഇപ്പം നമ്മളതിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരാണ് നമ്മൾ കൊടുത്തിരുന്നത്. അതൊരു വിജയത്തിൻ്റെ സിന്ദൂര തിലകമാക്കി മാറ്റിയ സൈന്യത്തെ അദ്ദേഹം അഭിനന്ദിക്കുകയായിരുന്നു ഒന്നാമത്. രണ്ടാമത് ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയം, ഓപ്പറേഷൻ സിന്ദൂർ എന്നത് ഭീകരതയ്ക്കെതിരായിട്ടുള്ള ഇന്ത്യയുടെ നയപ്രഖ്യാപനമാണ് എന്നാണ്. തീർച്ചയായിട്ടും ഭീകരത നമ്മൾ വച്ചു പൊറുപ്പിക്കില്ല. മുൻകാലങ്ങളിൽ നാം ഭീകരതയെ നേരിട്ടതുപോലെ ആയിരിക്കില്ല ഇനി ഭീകരതയെ നാം നേരിടാൻ പോകുന്നത്. അത് നാം തെളിയിച്ചു കഴിഞ്ഞു. കാരണം 2016-ലോ 2019-ലോ നമ്മൾ സ്വീകരിച്ച സമീപനത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ സമീപനം. ഇവിടെ നമുക്ക് പറയാൻ കഴിയുന്നത്, അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഒരു ഇംഗ്ലീഷ് പദം ഉപയോഗിച്ചാണ്, ന്യൂ നോർമൽ എന്നുള്ള വാക്ക് അദ്ദേഹം പ്രയോഗിച്ചതായി ഞാൻ കേട്ടു. ഇതൊരു പാരഡൈം ഷിഫ്റ്റാണ് വാസ്തവത്തിൽ. ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത് വാസ്തവത്തിൽ ഈ ഭീകരതയ്ക്കെതിരായ നമ്മുടെ സമീപനത്തിലെ ഒരു പാരഡൈം ഷിഫ്റ്റാണ്. പാരഡൈം ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ നമ്മുടെ ആ സമീപനം, ഇതിനെ ഭീകരതയെ നേരിടുന്നതിലുള്ള നമ്മുടെ സമീപനത്തിൽ, അത് പ്രത്യേകിച്ച് പാകിസ്ഥാനെ ഇത്തരം കാര്യങ്ങളിൽ എതിരിടുന്നതിൽ നമ്മൾ ഒരു പ്രത്യേകമായ, അല്ലെങ്കിൽ കുറച്ചുകൂടി കോംപ്രിഹെൻസീവായ തരത്തിലുള്ള സമീപനം നമ്മൾ സ്വീകരിക്കുന്നു എന്ന് കാണാൻ കഴിയും. അത് നമ്മൾ ആക്രമണത്തോട് പ്രതികരിക്കാൻ നാം എടുത്ത സമയം മുതൽ, ആക്രമണത്തിൻ്റെ രീതി, ആക്രമണം നടത്തിയ ഇടം,
ആക്രമണത്തിന് മുമ്പ് നമ്മൾ നടത്തിയ തയ്യാറെടുപ്പുകൾ, അത് സൈനികമായ തയ്യാറെടുപ്പുകൾ, രാഷ്ട്രീയമായ തയ്യാറെടുപ്പുകൾ, നയതന്ത്രപരമായ തയ്യാറെടുപ്പുകൾ, ഇതിലെല്ലാം നമ്മൾ ഈ പാരഡൈം ഷിഫ്റ്റ് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഈ ന്യൂ നോർമൽ എന്ന വാക്ക് പറഞ്ഞത് തീർച്ചയായിട്ടും ശരിയാണ്. കാരണം നമ്മളൊരു പാരഡൈം ഷിഫ്റ്റ് നടത്തിയിരിക്കുന്നു. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈ പാകിസ്ഥാൻ നിരന്തരമായി നമ്മളെ ഭീകരതയിലൂടെ ആക്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭീകരതയുമായും ഭീകരത വ്യാപാരവുമായി ഒത്തുപോവില്ല, ഭീകരത നമ്മുടെ സംഭാഷണവുമായി, അതായത് പരസ്പരമുള്ള ചർച്ചകളുമായി ഒത്തുപോകില്ല, അതുപോലെ തന്നെ ജലവും രക്തവും ഒത്തുപോകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വളരെ വ്യക്തമായ ആശയങ്ങൾ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തൊക്കെയാണോ നടന്നത് ആ ആശയങ്ങളൊക്കെ വളരെ സംക്ഷിപ്തമായി ഉൾക്കൊള്ളിക്കുന്ന തരത്തിലുള്ളൊരു സംഭാഷണമാണ് അദ്ദേഹം നടത്തിയത് എന്ന് മാത്രമല്ല. ഡോക്ടർ ജോസഫ് ആന്റണി, നമുക്കതിൻ്റെ വിശകലനത്തിലേക്ക് തിരിച്ചു വരാം. അതിന് തൊട്ട് മുമ്പ് ഞങ്ങളുടെ ദില്ലി ബ്യൂറോയിൽ നിന്ന് സ്വാതി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. പ്രധാനമന്ത്രിയുടെ പ്രസംഗം സ്വാതി ശ്രദ്ധിച്ചിരിക്കും. എന്തായാലും ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ എല്ലാവർക്കും അറിയാത്ത ഹിന്ദി, ഒരുപക്ഷെ ഇംഗ്ലീഷാണെങ്കിൽ കുറച്ച് പേർക്ക് കൂടി മനസ്സിലാവും. നമ്മൾ സമാന്തരമായി അതിൻ്റെ ഹൈലൈറ്റ്സ് മലയാളത്തിൽ തന്നെ തർജ്ജമ ചെയ്ത് കൊടുത്തു. എന്തായാലും പ്രധാനമന്ത്രി പറഞ്ഞതിൻ്റെ ഒരു ഉള്ളടക്കം ചുരുക്കി എന്താണ് ഒരു റിപ്പോർട്ടായി അവതരിപ്പിക്കുക, എന്താണ് സ്വാതി? കൃത്യമായും പ്രധാനമന്ത്രിയുടെ ഈ അഭിസംബോധനയിൽ രാജ്യം കാത്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നും തന്നെ കടന്നു വന്നില്ല എന്നുള്ളത് ഈ ഘട്ടത്തിൽ പറഞ്ഞു തന്നെ പോകണം. ഏറ്റവും പ്രധാനമായി എന്തുണ്ടെന്ന് ആദ്യം പറയൂ സ്വാതി. എന്തുണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്ക് കൂട്ടിച്ചേർക്കാം. എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഈ ഭീകരവാദത്തിനെതിരെ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള നിലപാടാണ്. എല്ലാ കാലവും സ്വീകരിച്ച നിലപാട് ഇപ്പോഴും നടത്തിയിട്ടുണ്ട്. ഭീകരവാദികൾക്കെതിരെ കൃത്യമായ ആക്രമണം, ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെ പാകിസ്ഥാനെതിരെ ഇന്ത്യ ആക്രമണം അഴിച്ചുവിട്ടു. അത്തരത്തിൽ പാകിസ്ഥാന്റെ മണ്ണിലേക്ക് ആക്രമണം നടത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞു. അതോടൊപ്പം സൈന്യത്തെയും ഈ രാജ്യത്തിന്റെ ഐക്യത്തെയും ഈ ഭീകരവാദ പ്രവർത്തനത്തിനെതിരെ ഏത് തരത്തിലാണ് രാജ്യം പ്രതികരിക്കുന്നത് എന്ന് ഈ ഘട്ടത്തിൽ മനസ്സിലായിട്ടുണ്ട്. പാകിസ്ഥാന്റെ ആക്രമണം എന്ന് പറയുന്നത് ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയെങ്കിൽ തിരിച്ചടിയായി ഇന്ത്യൻ സൈന്യം നടത്തിയിട്ടുള്ളത് ഭീകരവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. സിന്ദൂർ എന്ന് പറയുന്നത് വെറും പേര് മാത്രമല്ല, അത് കനത്ത തിരിച്ചടിയായി തന്നെ തിരിച്ചു നൽകിയിട്ടുണ്ട്. പ്രകോപിപ്പിച്ചാൽ ഇനിയും അത്തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടാകും. മാത്രമല്ല ആണവായുധ ഭീഷണി, അത്തരത്തിലുള്ള വർത്തമാനങ്ങളൊന്നും, അത്തരത്തിലുള്ള ഭീഷണിയൊന്നും ഇന്ത്യയോട് വേണ്ട. തീവ്രവാദത്തിന് കൃത്യമായ മറുപടി, അല്ലെങ്കിൽ ഭീകരവാദത്തിലേക്ക് കടന്നു കയറിയാൽ, അല്ലെങ്കിൽ ഭീകരവാദം രാജ്യത്തേക്ക് നടപ്പാക്കാൻ നോക്കിയാൽ അതിന് ഏത് തരത്തിലായിരിക്കും തിരിച്ചടി ഉണ്ടാവുക എന്നുള്ളത് കൃത്യമായും രാജ്യം കാണിച്ചു കൊടുത്തു. പാകിസ്ഥാൻ അതിർത്തി ലക്ഷ്യമിട്ടപ്പോൾ ഇന്ത്യൻ സേന നടത്തിയത് അതിർത്തി കടന്നുകൊണ്ടുള്ള ആക്രമണമായിരുന്നു. പാകിസ്ഥാന്റെ മണ്ണിൽ തന്നെ ആക്രമണം നടത്തിയിട്ടുണ്ട്. സമാധാനത്തിനായി പാകിസ്ഥാന്റെ സേന ഇന്ത്യയെ പലപ്പോഴായി ആശ്രയിച്ചു, അല്ലെങ്കിൽ പലപ്പോഴായി സമീപിച്ചു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വെടിനിർത്തൽ പ്രഖ്യാപനത്തിലേക്ക് പോയത്. പക്ഷേ വെടിനിർത്തൽ പ്രഖ്യാപനം താൽക്കാലികമാണ്. അതായത് ഇനി പ്രകോപനങ്ങൾ ഉണ്ടായാൽ കൃത്യമായിട്ടുള്ള തിരിച്ചടി, അല്ലെങ്കിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കഴിഞ്ഞ അഭിസംബോധനയിലൂടെ വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞോളൂ. ദില്ലിയിലെ മാധ്യമ പ്രവർത്തക ലോകം എന്താണ് കാത്തിരുന്നിരുന്നത്? അത്തരം കാര്യങ്ങൾ, ഇതായിരുന്നു പ്രധാനമന്ത്രി കൊടുത്ത പ്രധാനപ്പെട്ട സന്ദേശം. പാകിസ്ഥാനെതിരായ ശക്തമായ സന്ദേശം, ഇന്ത്യൻ ജനതയ്ക്ക് ഐക്യത്തിൻ്റെ സന്ദേശം, ആത്മവിശ്വാസത്തിൻ്റെ സന്ദേശം അത് അദ്ദേഹം പകർന്നു നൽകി. ഒപ്പം തന്നെ ഭീകരവാദവും ചർച്ചയും കൂടി ഒരുമിച്ച് പോവില്ല, ഭീകരവാദവും വ്യാപാരവും കൂടി ഒരുമിച്ച് പോവില്ല, വെള്ളവും ചോരയും കൂടി ഒരുമിച്ചൊഴുകില്ല എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ശക്തമായ വാക്കുകളിലൂടെ തന്നെ അത് പറഞ്ഞു വച്ചു. പക്ഷേ എന്തുണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചത്, എന്താണ് ഇല്ലാതെ പോയത് എന്നുകൂടി വളരെ പെട്ടെന്ന്. ഒന്ന്, ഈ വെടിനിർത്തൽ പ്രഖ്യാപനം വന്നതിന് മുന്നേ അവകാശവാദവുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വരുന്നു. നിരന്തരമായിട്ടുള്ള ചർച്ചകൾ, രാത്രി ഉറക്കമൊഴിച്ചുള്ള ചർച്ചകൾക്കൊടുവിലാണ് ഇരു രാജ്യങ്ങളും ഈ വെടിനിർത്തൽ കരാറിലേക്ക്, അല്ലെങ്കിൽ വെടിനിർത്തൽ പ്രഖ്യാപനത്തിലേക്ക് എത്തിയത്. അതായത് ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് താങ്കൾ തയ്യാറായി എന്നുള്ള അവകാശവാദം നിരന്തരമായി ട്രംപ് ഉയർത്തുന്നു. ട്രംപ് കുറച്ചു മുന്നേ കൂടി അത്തരത്തിലുള്ള പ്രതികരണം നടത്തിയിരുന്നു. എന്നാൽ ആ പ്രതികരണം സംബന്ധിച്ച കേന്ദ്ര സർക്കാരാണ് അതിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള, അതിന്റെ എത്രത്തോളം ആധികാരികതയുണ്ട് അതിൽ എന്ന് സംബന്ധിച്ചിട്ടുള്ള വ്യക്തത വരുത്തേണ്ടത്
കേന്ദ്ര സർക്കാരാണ്. അത്തരത്തിലൊരു പ്രതികരണം പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിട്ടില്ല. എന്നുള്ളത് മറ്റൊന്ന്, വിക്രം മിശ്രിക്കെതിരെ ഇപ്പോൾ നടക്കുന്ന സൈബർ ആക്രമണം, വലിയ തരത്തിലുള്ള ആക്രമണം വിക്രം മിശ്രിക്കെതിരെ, അതായത് കേന്ദ്രത്തിന്റെ വിദേശകാര്യ സെക്രട്ടറിക്കെതിരെ നിരന്തരമായി നടത്തുന്നു. വിക്രം മിശ്രി നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ എപ്പോഴും കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അത്തരം പ്രതികരണങ്ങൾ വിക്രം മിശ്രി വാർത്താ സമ്മേളനത്തിലൂടെ നടത്തിയിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി അദ്ദേഹത്തിനെതിരെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെയും സൈബർ ആക്രമണം വലിയ തോതിൽ നടക്കുന്നുണ്ട്. ആ ആക്രമണം സംബന്ധിച്ച് ഒരു കൃത്യമായിട്ടുള്ള പ്രതികരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. സുരക്ഷാ വീഴ്ച സംബന്ധിച്ചിട്ടുള്ള ഒരു വാക്കുപോലും പ്രധാനമന്ത്രിയുടെ വാക്കിൽ നിന്ന് വന്നിട്ടില്ല. ഈ ഭീകരവാദികൾ 26ഓളം പേരുടെ നിരപരാധികളായ മനുഷ്യരുടെ ജീവനെടുത്ത ഭീകരവാദികളെ സംബന്ധിച്ച് ഒരു വിവരം പോലും നൽകിയിട്ടില്ല. ഈ ഇന്റലിജൻസ് ഏജൻസി നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഇന്റലിജൻസ് വിഭാഗം നടത്തിയിട്ടുള്ള വിവരങ്ങൾ സംബന്ധിച്ച് അല്ലെങ്കിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ ഒരു പ്രതികരണവും നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. രാജ്യം ഉറ്റുനോക്കിയിരുന്നത് ഈ വിഷയങ്ങൾ സംബന്ധിച്ചാണ്. എന്നാൽ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം പോലും നടത്താൻ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പിന്നീടുള്ള ബുള്ളറ്റിലൊക്കെ കൂട്ടിച്ചേർക്കാം. ഇപ്പോൾ ഇതിന്റെ വിശകലനത്തിലേക്കും ചർച്ചയിലേക്കും പോകേണ്ടതുണ്ട്. ഞാൻ BJPയുടെ പ്രതിനിധി CV സജനിയിലേക്ക് പോവുകയാണ്. സജനി, പ്രധാനമന്ത്രി വികാരഭരിതമായി തന്നെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഇന്ത്യക്കാർക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ആ പ്രസംഗത്തെ എങ്ങനെ കാണുന്നു സജനി? തീർച്ചയായിട്ടും വികാരഭരിതമായി തന്നെ സംസാരിക്കേണ്ട ഒരു നിമിഷമാണിത്. കാരണം ഓപ്പറേഷൻ സിന്ദൂർ അതിൻ്റെ പൂർണ്ണമായ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടുത്തെ കോടാനുകോടി ജനങ്ങൾ, 140 കോടി ജനങ്ങളുടെ ആഗ്രഹമനുസരിച്ച്, അവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ആ ഓപ്പറേഷൻ സിന്ദൂറിനെ നമുക്ക് എത്തിക്കാൻ സാധിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തീർച്ചയായിട്ടും വികാരഭരിതമായി മാത്രമേ ഈ രാജ്യത്തോട് സംസാരിക്കുകയുള്ളൂ. അതിലെന്താണ് തർക്കമുള്ളത്? അല്ല, അതിൽ തർക്കം പറഞ്ഞല്ലോ, ഒരു നിരീക്ഷണം പറഞ്ഞാൽ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തെക്കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായങ്ങൾ കൂട്ടിച്ചേർത്ത് പോകാം. അതെ, അല്ല, ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. ഓപ്പറേഷൻ സിന്ദൂർ എങ്ങനെയാണ് അതിൻ്റെ ലക്ഷ്യം കണ്ടത്, എന്തുകൊണ്ടാണ് അത് ലക്ഷ്യം കണ്ടു എന്ന് പറഞ്ഞത്, അതുപോലെ തന്നെ തീവ്രവാദത്തോടുള്ള, ഏറ്റവും അത്യന്തികമായി തീവ്രവാദത്തോടുള്ള ഈ രാജ്യത്തിൻ്റെ നയം കൂടിയാണ് അദ്ദേഹം ഉറക്കെ പറഞ്ഞത്. അതായത് പാകിസ്ഥാനോട് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് കാണ്ഡഹാർ മുതൽ പഹൽഗാം വരെ അവിടെ ഈ തീവ്രവാദ ആക്രമണങ്ങൾ മായ്ക്കപ്പെട്ട സിന്ദൂരം, അതിന് ആ അമ്മമാർക്കുള്ള ഒരു സമർപ്പണമാണ്. അതുപോലെ തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഭാരതത്തിന്റെ പുറത്തുള്ള തീവ്രവാദ ആക്രമണത്തിന് മാത്രമല്ല, ആഗോളതലത്തിലുള്ള ഭീകരവാദ സംഘടനകളുടെ വേരറക്കുന്ന അതിശക്തമായ ഒരു ഓപ്പറേഷനാണ്, ഒരു ദൗത്യമാണ് ഭാരതത്തിന്റെ സൈന്യം കാഴ്ചവെച്ചത്. അപ്പോൾ ആഗോള തീവ്രവാദത്തെ പോലും ഇല്ലാതാക്കുവാനുള്ള വലിയൊരു ശ്രമമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞൊരു പ്രധാന കാര്യമുണ്ട്. ഇവിടെ തീവ്രവാദവും ചർച്ചയും, തീവ്രവാദവും വ്യാപാരവും, അതുപോലെ രക്തവും വെള്ളവും അത് ഒന്നിച്ചൊഴുകില്ല. അത് കൃത്യമായി പറയുകയാണ്. ഇനി ഈ ഭാരതത്തിന് മേൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ, ഭീകരാക്രമണങ്ങളുമായി പാകിസ്ഥാൻ വന്നാൽ അവർ കൂടുതൽ പ്രശ്നങ്ങളിലേക്കായിരിക്കും പോകുന്നത്. അതിശക്തമായ തിരിച്ചടി ഉണ്ടാവും. ഈ ആണവായുധം എന്നൊന്നും പറഞ്ഞ് അത്തരം ഭീഷണികളൊന്നും വേണ്ട. അതിശക്തമായി തിരിച്ചടിക്കുവാൻ ഈ ഭാരതത്തിന് സാധിക്കുമെന്ന് അത് ലോകത്തെ മുഴുവൻ കാണിച്ചു കൊടുത്തു. അതായത് ഈ ഭാരതത്തെ ആക്രമിച്ചിട്ട്, ഇവിടുത്തെ നിഷ്കളങ്കരായ നിരപരാധികരായ ജനങ്ങളെ ആക്രമിച്ചിട്ട് അവരുടെ ജീവൻ എടുത്തിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു മാളത്തിൽ പോയി അങ്ങ് ഒളിക്കാമെന്ന് വിചാരിച്ചാൽ ആ മാളം കണ്ടുപിടിച്ച് കത്തിച്ച് ചാരമാക്കുമെന്ന് ഈ ഭാരതത്തിന്റെ സൈന്യം ലോകത്തെ കാണിച്ചു കൊടുത്തു. അതുപോലെ തന്നെ തീവ്രവാദികൾക്ക് അത് വലിയൊരു താക്കീതാണ്. അവരെല്ലാം ഭയന്ന് വിറച്ചില്ലേ? അതുകൊണ്ടല്ലേ യഥാർത്ഥത്തിൽ ഭാരതവുമായി ഒരു ചർച്ചയ്ക്ക്, നമ്മുടെ സൈന്യവുമായി ഒരു ചർച്ചയ്ക്ക് അവർ തയ്യാറായി വന്നത്. കൃത്യമാണ് സജനി. കൂടുതൽ കാര്യങ്ങൾക്ക് സജനിയിലേക്ക് വീണ്ടും വരാം. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ഇപ്പോൾ സജനി ആവിഷ്കരിച്ച ഒരു ഭാഗം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലാകെ തുടിച്ചു നിന്നിരുന്നത്. ഇന്ത്യ എന്തുകൊണ്ട് ഇത് ചെയ്തു, ആർക്കു വേണ്ടി ഇത് ചെയ്തു എന്ന ഒരു പ്രഖ്യാപനം.
ഇന്ത്യ എന്താണ് ചെയ്തത് എന്നതിൻ്റെ ഇപ്പോൾ പറയേണ്ട വിശദാംശങ്ങൾ അത് അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ പാകിസ്ഥാന് താക്കീത് കൊടുക്കുകയും ലോക ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുണ്ട് എന്നൊരു സന്ദേശം ലോകത്തിനാകെ അദ്ദേഹം കൊടുക്കുകയും ചെയ്തു. അതിലാരും നമുക്ക് തർക്കമില്ല. അതോടൊപ്പം ഇപ്പോൾ ഞങ്ങളുടെ റിപ്പോർട്ടർ ദില്ലിയിൽ നിന്ന് കൂട്ടിച്ചേർത്തത് ഇന്നത്തെ പത്രപ്രവർത്തക സമൂഹത്തിൻ്റെ ചില നിഗമനങ്ങളാണ്. ഞങ്ങൾ ഇന്ന് പകൽ മുഴുവൻ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നതും പറഞ്ഞുകൊണ്ടിരുന്നതും ഇപ്പോഴത്തെ വിവാദ പ്രശ്നങ്ങൾക്ക് കൂടി ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി ഇതുപോലൊരു ഘട്ടത്തിൽ ഇതുപോലൊരു ജനതയോട് പറയും എന്നതിൽ ഒരു തർക്കവുമില്ല. ആ വാക്കുകളുടെ കൃത്യതയ്ക്കും മൂർച്ഛതയ്ക്കും ഒരു തർക്കവുമില്ല. പക്ഷേ വേണ്ട കാര്യങ്ങൾ മുഴുവൻ ഉണ്ടായിരുന്നു. എന്താണ് മോദി പറഞ്ഞത്, എന്താണ് മോദി പറയാതിരുന്നത്? താങ്കളുടെ നിഗമനങ്ങൾ. ഏതായാലും തീവ്രവാദത്തിനെതിരെ അതിശക്തമായിട്ടുള്ള നിലപാട് ഈ രാജ്യം സ്വീകരിക്കണമെന്ന് ആഗ്രഹിച്ചവരാണ് ഈ രാജ്യത്തെ ജനങ്ങളെല്ലാവരും. അതിശക്തമായിട്ട് തന്നെ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ തടയേണ്ടതുണ്ട്. വളരെ നിരപരാധികളായ 26 പേരെ അതിർത്തി കടന്നെത്തിയ തീവ്രവാദികൾ ഏറ്റവും ക്രൂരമായി കൊലപ്പെടുത്തി അവർ രക്ഷപ്പെട്ടു പോയി. അതിൻ്റെ വേദനയിൽ നിന്ന് നമ്മളാരും ഇപ്പോഴും മുക്തരായിട്ടില്ല. അവിടെ വളരെ വലിയ രൂപത്തിലുള്ള ആക്രമണം നടത്തി ഏകപക്ഷികമായി തന്നെ അവർക്ക് തിരിച്ചു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി എന്നതാണ് ഏറ്റവും ഗൗരവമായി നമ്മൾ ഈ സാഹചര്യമുണ്ടായ ഈ ആക്രമണമുണ്ടായ അന്നു മുതൽ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നടത്തിയ ആക്രമണം തീവ്രവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നടത്തിയിരിക്കുന്ന ആ പ്രവർത്തനം വിശദീകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി തന്നെ പ്രസ്താവന നടത്തണം, പാർലമെന്റ് പ്രത്യേകം വിളിച്ചുകൂട്ടണം, അത് ചർച്ച ചെയ്യണം, എന്തെല്ലാം നടപടിക്രമങ്ങളാണ് രാജ്യം സ്വീകരിച്ചത് എന്നതിനെക്കുറിച്ച് ഒരു തുറന്ന സംവാദം വേണം എന്ന് തന്നെയാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. രാജ്യത്തെ ജനങ്ങളെല്ലാം ആഗ്രഹിച്ചതും തന്നെ. അതുകൊണ്ട് ഇന്ന് രാത്രി 8 മണിക്ക് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും എന്ന് വാർത്ത വന്നപ്പോൾ തന്നെ എന്തൊക്കെയാണ് പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ പറയാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് തന്നെയാണ് എല്ലാവരും കേൾക്കാൻ കാതു തുറന്നിരുന്നത്. ഈ തീവ്രവാദ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത വലിയ സുരക്ഷാ സംവിധാനമുള്ള കാശ്മീരിലെ പഹൽഗ്രാമിലേക്ക് കടന്നു വന്ന് ആയുധങ്ങളുമായി വന്ന് ഏറ്റവും നിരപരാധികളെ ആക്രമിച്ച ഈ തീവ്രവാദികളെ അറസ്റ്റ് ചെയ്തോ, അല്ലെങ്കിൽ അവരെ പിടികൂടിയോ, അല്ലെങ്കിൽ അവരെ കൊന്നൊടുക്കുകയോ, അവർക്ക് എങ്ങനെ ഇവിടെ വരാൻ കഴിഞ്ഞു? ഇന്റലിജൻസ് സംവിധാനം എന്തുകൊണ്ട് പരാജയപ്പെട്ടു? ഇത്തരത്തിൽ തീവ്രവാദികൾക്ക് കടന്നു കയറാൻ പാകത്തിന് ഏറ്റവും സുരക്ഷാ സംവിധാനങ്ങളുള്ള പ്രദേശത്ത് അന്ന് സുരക്ഷാ വീഴ്ച ഉണ്ടായത് എന്തുകൊണ്ട്? വാഹനം പോലും കടക്കാതെ ഒന്നുകിൽ നടന്നോ കുതിരപ്പുറത്തോ മാത്രം പോകേണ്ട ഇത്തരം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി 26 പേരെ കൊന്നൊടുക്കിയതിനു ശേഷം തീവ്രവാദികൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടു പോയത്? ആ തീവ്രവാദികൾക്ക് അത്തരത്തിൽ രക്ഷപ്പെട്ടു പോകാൻ ആരുടെയെങ്കിലും സഹായമുണ്ടായിരുന്നോ? അതുപോലെ തന്നെ ഇത്രയും ടൂറിസ്റ്റുകളുള്ള പ്രദേശത്ത് പോലും ആവശ്യത്തിന് പട്ടാളക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും എന്തുകൊണ്ടുണ്ടായിരുന്നില്ല? ഇത്തരം കാര്യങ്ങളിൽ കൂടി പ്രധാനമന്ത്രി ഇത്രയും ദിവസമായിട്ട് പ്രതികരിക്കുകയാണല്ലോ. കാരണം ഇത്തരത്തിൽ ഭീകരാക്രമണം ഉണ്ടായി അദ്ദേഹം വിദേശ സന്ദർശനം റദ്ദ് ചെയ്ത് ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം ഈ ആക്രമണമുണ്ടായ സ്ഥലം സന്ദർശിക്കുകയല്ല ചെയ്തത്, മറിച്ച് നേരെ ബീഹാറിൽ പോയി തെരഞ്ഞെടുപ്പ് യോഗത്തിൽ NDAക്ക് വേണ്ടി സംസാരിക്കുകയാണ് ചെയ്തത്. രാജ്യത്തെ ആദ്യമായിട്ടാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തത്. അപ്പോൾ അഭിസംബോധന ചെയ്തപ്പോൾ ഈ തീവ്രവാദ ആക്രമണം ഉണ്ടായ അന്നത്തെ സാഹചര്യം കൂടി അദ്ദേഹം വിശദീകരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ അതുണ്ടായില്ല. അതോടൊപ്പം തന്നെ ഇവിടെ തീവ്രവാദികൾക്കെതിരെ ശക്തമായിട്ട് നടപടി ആരംഭിച്ചു. തീവ്രവാദ കേന്ദ്രങ്ങൾ 9ഓളം നമ്മൾ ആക്രമിച്ചു. വലിയ ശക്തമായിട്ടുള്ള തിരിച്ചടി തന്നെ പാകിസ്ഥാന് കൊടുക്കാൻ കഴിഞ്ഞു എന്നതാണ് നാം മനസ്സിലാക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ തീവ്രവാദി ആക്രമണങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ നിർത്തുന്നതിൽ ഏറ്റവും ആദ്യം അമേരിക്കയുടെ പ്രസിഡന്റ് പ്രതികരിച്ചത്? ഇന്ത്യയുടെ ഭരണാധികാരികളോ ഇന്ത്യയുടെ സൈനിക തലവന്മാരോ പാകിസ്ഥാന്റെ ഭരണാധികാരികളോ പാകിസ്ഥാന്റെ സൈനിക തലവന്മാരോ പ്രതികരിക്കുന്നതിന് മുമ്പ് മൂന്നാമതൊരു കക്ഷിയായ അമേരിക്കയുടെ പ്രസിഡന്റ് എന്തുകൊണ്ട് ഇതിൽ പ്രതികരിച്ചു? എന്നാൽ അതിന്റെ തലേ ദിവസം അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് നടത്തിയ പ്രസ്താവന ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ ഒരു മൂന്നാം ശക്തി എന്ന രൂപത്തിൽ അമേരിക്ക ഇടപെടുന്നില്ല എന്നതാണ്. ആ ഇടപെടുന്നില്ല എന്ന വൈസ് പ്രസിഡന്റിന്റെ പ്രസ്താവന നിലനിൽക്കുമ്പോൾ 24 മണിക്കൂറിനുള്ളിൽ പ്രസിഡന്റ് ഞങ്ങൾ ഇതിൽ തീർപ്പാക്കിയിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ മൂന്നാമതൊരു ശക്തി ഇടപെടാനുണ്ടായിട്ടുള്ള സാഹചര്യം എന്താണ്? അത് ഏത് പോയിന്റിലാണ് മൂന്നാമതൊരു ശക്തി ഇടപെട്ടത്? ആരൊക്കെയാണ് ആ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തത്? എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള കണ്ടീഷൻ? അത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഏതെങ്കിലും തരത്തിൽ ഒരു കണ്ടീഷൻ വച്ചിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചും അറിയുവാനുള്ള ആഗ്രഹം ഈ രാജ്യത്തെ ജനങ്ങൾക്കുണ്ട്.
അതുകൊണ്ട് ഈ തീവ്രവാദി ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരെ അറസ്റ്റ് ചെയ്തോ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള സാഹചര്യമുണ്ടോ, അവരെ ഇപ്പൊ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലാണെങ്കിൽ ഇന്ത്യക്ക് കൈമാറാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും സാഹചര്യം ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ടോ? തീവ്രവാദ ക്യാമ്പുകൾ നിരവധി പാകിസ്ഥാന്റെ അതിർത്തിയിലുണ്ട്, പാക് അധീന കാശ്മീരിലുണ്ട്. ആ തീവ്രവാദ ക്യാമ്പുകൾ എന്നേക്കുമായി അവസാനിപ്പിക്കുവാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ? ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് ഇനി ഒരിക്കലും ഞങ്ങൾ ആക്രമണം നടത്തില്ല എന്നും ഇന്ത്യയുടെ പരമാധികാരത്തിൽ ഇടപെടാൻ പാകത്തിന് തീവ്രവാദികളെ തിരികെ കയറ്റാൻ ഒരു ശ്രമവും ഇനി പാകിസ്ഥാൻ നടത്തില്ല എന്നുള്ള തരത്തിലൊരു ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ? ആ ഉറപ്പിലേക്കാണോ മൂന്നാമതൊരു കക്ഷി ഇടപെട്ട് ഇത്തരത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ ഉണ്ടാകിയ സാഹചര്യത്തിലേക്ക് ആ ചർച്ച പുരോഗമിച്ചിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചൊന്നും പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ല. പ്രധാനമന്ത്രി വൈകാരികമായിട്ട് സംസാരിച്ചു. കാരണം നമ്മളെല്ലാവരും വൈകാരികമായിട്ട് തന്നെയാണ് ഈ വിഷയത്തെ എടുക്കുന്നത്. കാരണം ഇന്ത്യ എന്ന പരമാധികാര ജനാധിപത്യ രാജ്യത്തിന്റെ ആ ഐക്യവും അഖണ്ഡതയും തകർക്കുന്ന തരത്തിൽ ഒരു വിദേശ ശക്തികൾക്കും ഇടപെടാൻ ഒരധികാരവുമില്ല, ഒരു തീവ്രവാദികൾക്കും ഇടപെടാൻ ഒരധികാരവുമില്ല. അത്തരത്തിൽ തീവ്രവാദികൾ ഇടപെട്ടാൽ അതിശക്തമായിട്ടുള്ള മറുപടി കൊടുക്കുക തന്നെ വേണം. അത്തരത്തിലുള്ള സാഹചര്യം ഇനി ഉണ്ടാകാനും പാടില്ല. പക്ഷേ ഈ പെട്ടെന്നുള്ള സഡൻ ബ്രേക്ക്, വെടിനിർത്തൽ, നമ്മൾ ആരും യുദ്ധം ആഗ്രഹിക്കുന്നില്ല, നമ്മൾ സമാധാനം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ മൂന്നാമതൊരു ശക്തി ഇടപെട്ടുകൊണ്ട് നടത്തിയ ഈ സഡൻ ബ്രേക്കിടൽ, അതിന്റെ സാഹചര്യം എന്താണ് എന്നുകൂടി പ്രധാനമന്ത്രി തീർച്ചയായിട്ടും അരുൺകുമാർ താങ്കളിലേക്ക് വരാം. ഡോക്ടർ ജോസഫ് ആന്റണി, താങ്കൾ വിദേശകാര്യ വിദഗ്ധൻ എന്ന നിലയ്ക്കാണ് ഇവിടെ ഇരിക്കുന്നത്. വിദ്യാർത്ഥികളെ പഠിപ്പിച്ച ആളാണ്, അധ്യാപകനാണ്, ബിരുദാനന്തര ബിരുദധാരിയും ഗവേഷണ ബിരുദധാരിയുമാണ്. താങ്കൾ ഇന്ത്യൻ വിദേശ നയം മോദി കാണ്ഡം എന്ന് പറഞ്ഞൊരു പുസ്തകവും ഈയിടെ പുറത്തിറക്കുകയും അതിന് 2 അവാർഡുകൾ കിട്ടുകയും ചെയ്തു. താങ്കളോട് ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഇന്ത്യ അങ്ങനെ പ്രതീക്ഷിക്കുന്നു എന്നാണ് ഞങ്ങളൊക്കെ തന്നെയും, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ മാധ്യമപ്രവർത്തകരൊക്കെ തന്നെയും നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. വലിയൊരു പ്രശ്നമുണ്ടായിരിക്കുന്നു. ട്രംപ് ഇങ്ങനെ അവകാശപ്പെട്ടിരിക്കുന്നു. വെടിനിർത്തൽ അദ്ദേഹം നമുക്കും പാകിസ്ഥാനും മുമ്പേ പ്രഖ്യാപിച്ചു, ലോകത്തോട് പ്രഖ്യാപിച്ചു. അതിൽ പാകിസ്ഥാൻ അമേരിക്കയുടെ ഇടപെടൽ, അമേരിക്കയുടെ ഒരു മധ്യസ്ഥം ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. നമ്മുടെ വിദേശ നയത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കാശ്മീർ പ്രശ്നത്തിൻ്റെയും ഇന്ത്യ പാക് പ്രശ്നത്തിൻ്റെയും പരിഹാരത്തിന് മധ്യസ്ഥത സ്വീകരിക്കില്ല, അത് അന്താരാഷ്ട്രവൽക്കരിക്കാൻ അനുവദിക്കില്ല. അത് പറഞ്ഞുകൊണ്ടായിരുന്നല്ലോ നമ്മുടെ വി കെ കൃഷ്ണമേനോനൊക്കെ റെക്കോർഡ് പ്രസംഗം ആ നിലപാട് കൂടി പറഞ്ഞുകൊണ്ടാണല്ലോ നടത്തിയത്. ആ നിലപാട് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു പരാമർശമായി ട്രംപിൻ്റെ പരാമർശം നിരീക്ഷകർ വിലയിരുത്തി. അതിന് മോദിയുടെ പ്രസംഗത്തിൽ എന്തെങ്കിലും ഒരു മറുപടിയായിട്ട് ഉണ്ടെങ്കിൽ അത് ഏത് രീതിയിലാണ് വെടിനിർത്തൽ ഉണ്ടായത് എന്ന അദ്ദേഹത്തിൻ്റെ വിശദീകരണമായിരുന്നു. അതുമാത്രം മതിയായിരുന്നു. പ്രസിഡന്റ് ട്രംപിൻ്റെ കൗണ്ടർ പാർട്ടായിട്ടുള്ള, സമാന സ്ഥാനീയനായിട്ടുള്ള ഇന്ത്യയിൽ നിന്ന് സംസാരിക്കേണ്ട ആൾ എന്ന നിലയ്ക്ക് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഇന്ത്യൻ വിദേശ നയം ഇന്നതാണ് എന്ന് പറയേണ്ടിയിരുന്നില്ലേ? പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് നമ്മൾ വെടിനിർത്തലിന് തയ്യാറായതാണെങ്കിൽ, 2 രാജ്യങ്ങളും ചേർന്ന് വെടിനിർത്തിയതാണെങ്കിൽ അമേരിക്കയുടെ ഈ അവകാശവാദം ആസ്ഥാനത്താണ് എന്ന് തള്ളിക്കളയാൻ ഇന്ത്യയുടെ ഭരണാധികാരികൾക്ക് ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല. അത് അദ്ദേഹം ഉപയോഗിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? താങ്കൾ എന്തു പറയുന്നു? ആദ്യം ട്രംപിനെ കുറിച്ച് പറയാം. നമുക്കറിയാം, ട്രംപ് സ്വയമേവ ഇപ്പോൾ കരുതുന്നത് അദ്ദേഹത്തിന് അവിടെ ലഭിച്ച ജനകീയ പിന്തുണയും വിജയവും കൊണ്ട് അദ്ദേഹം കരുതുന്നത് അദ്ദേഹം ഇപ്പോൾ അമേരിക്കയുടെ ഏകാധിപതിയോ അമേരിക്കയുടെ സ്വേച്ഛാധിപതിയോ ആണെന്നാണ്. അമേരിക്കയുടെ ഏകാധിപതിയോ സ്വേച്ഛാധിപതിയോ ആണെന്ന് മാത്രമല്ല, അദ്ദേഹം ലോകത്തെ നിയന്ത്രിക്കുന്ന ചക്രവർത്തിയാണ് എന്നുകൂടി അദ്ദേഹം വിചാരിക്കുന്നുണ്ട്. അങ്ങനെ വിചാരിക്കുന്നത് കൊണ്ട് ലോകത്ത് എവിടെയും എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഉത്തരവാദിത്വവും അദ്ദേഹത്തിനുണ്ട് എന്നും അദ്ദേഹം കരുതുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഈ ഗാസ ഞാൻ ഇങ്ങനെ ഏറ്റെടുക്കുകയാണ്, എന്നിട്ടത് വിശ്രമ വിനോദ കേന്ദ്രമാക്കാൻ പോവുകയാണ്. ഞാൻ അതായത് ഇതെല്ലാം പനാമ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണ്. ആ പരമാധികാര രാഷ്ട്രം ഞാൻ ഏറ്റെടുക്കാൻ പോവുകയാണ്. അവിടെ ചൈന കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഡെൻമാർക്കിൻ്റെ നിയന്ത്രണത്തിലുള്ള ഗ്രീൻലാൻഡ് ഞാൻ ഏറ്റെടുക്കാൻ പോവുകയാണ്. അപ്പോൾ കാനഡയെ, അതായത് അമേരിക്കയോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും സമ്പന്ന ശക്തികളിലൊന്നായ അമേരിക്കയുമായി ഏറ്റവും അധികം വ്യാപാരം നടത്തുന്ന
കാനഡയെ ഞാൻ ഏറ്റെടുത്ത് 51ാമത്തെ സ്റ്റേറ്റാക്കാൻ പോവുകയാണ് എന്ന് മാത്രമല്ല വേണമെങ്കിൽ ഞാൻ പോപ്പ് വരെ ആകാം എന്ന് പറയുന്ന തരത്തിലേക്ക് ഉള്ള ചിന്തിക്കുന്ന ഒരു പിന്നെന്താണ് ഈ സാധാരണഗതിയിൽ ഈ ഒരു പരമാധികാര രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയോ ഒരു പരിഷ്കൃത സമൂഹത്തിലെ വ്യക്തിയോ ഒരു ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയോ പറഞ്ഞുകൂടാത്ത തരത്തിലെല്ലാം പറയുന്ന വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് ഞാൻ ഒരു ദിവസം കൊണ്ട് ഇപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം അവസാനിപ്പിക്കും, ഞാൻ ഒരു ദിവസം കൊണ്ട് യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കും എന്ന ആ കാറ്റഗറിയിൽ പെടുത്തി കൊണ്ടാണ് അദ്ദേഹം ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെയും ഞാനിതാ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന ക്രെഡിറ്റ് അദ്ദേഹം നേടാൻ ശ്രമിക്കുന്നത്. ഇതിലൂടെയല്ല അദ്ദേഹം ശ്രമിക്കുന്നത് അദ്ദേഹത്തിന് ലഭിക്കാതിരിക്കുന്ന നൊബേൽ സമ്മാനം, സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കൂടി അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ വെക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഇനി നമ്മുടെ ഈ വിഷയത്തിലേക്ക് വരാം. ഇന്ന് പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം ഈ വളരെ വികാരപരമായ പ്രസംഗം തന്നെയായിരുന്നു. അത് ഇന്ത്യയുടെ തന്നെ വികാരം പ്രതിഫലിപ്പിക്കുന്ന പ്രസംഗമായിരുന്നു. ഇവിടെ നാം കാണേണ്ടത് എന്താണ്? ഓപ്പറേഷൻ സിന്ദൂരിന് കാരണമായത് എന്താണ്? അല്ല, അതിലേക്ക് പോകാം. ഞാൻ ഈ ട്രംപിന്റെ കാര്യത്തിൽ ഉള്ള മറുപടിയുടെ കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ട് അതിലേക്ക് പോകാം. ഞാൻ പറഞ്ഞത് ട്രംപിന്റെ വ്യക്തിപരമായ ഈ നൊബേൽ സമ്മാനത്തോടുള്ള അദ്ദേഹത്തിന്റെ അമിതമായ ആഗ്രഹവും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിൽ ഉണ്ട് എന്ന് നമ്മളെല്ലാവരും കരുതുന്ന അപക്വതയുടെ വിളംബരവും മാത്രമാണോ ഇത്? അതിലപ്പുറം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കൈകടത്തുക, ഇവിടുത്തെ കാര്യനിയന്ത്രണക്കാരായി മാറുക എന്ന അമേരിക്കയുടെ ഗൂഢതാൽപര്യം, കാശ്മീർ ഞങ്ങൾ തീർക്കാം എന്ന് നേരത്തെയും അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ അത് നിരാകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ താല്പര്യം ഒന്നും കൂടി പുറത്തു വന്നതാണോ? അദ്ദേഹത്തിന്റെ ചാബല്യമായി മാത്രം കണ്ട് തമാശയോടെ തള്ളിക്കളയേണ്ടതാണോ? വിശദീകരിക്കുക. ഞാൻ പ്രധാനമന്ത്രിയുടെ പ്രസംഗവുമായി ബന്ധപ്പെട്ട പറയുന്നത് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന് കാരണമായ പഹൽഗാം ആക്രമണം എന്നത് നമ്മുടെ ഭാരതത്തിന് നേരെ, ഭാരതത്തിലെ മതനിരപേക്ഷതയ്ക്ക് നേരെ, ഐക്യത്തിന് നേരെ ഉണ്ടായ ഒരു ആക്രമണമാണ്. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത്. ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ച സന്ദർഭത്തിൽ ഇവിടെ നമ്മുടെ രാജ്യങ്ങൾ, ഇന്ത്യയും ഇതിൽ ഏർപ്പെട്ടിരുന്ന ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടത്തിയ ആക്രമണം അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് പറയുകയാണ്, ഞങ്ങൾ ഇടപെട്ട് ഈ പ്രശ്നം തീർത്തിരിക്കുന്നു, ഞങ്ങൾ കാശ്മീർ പ്രശ്നം ഉൾപ്പെടെയുള്ളവ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇടപെടാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് നമ്മുടെ ഇവിടെ ഈ ഒരു വിഷയത്തിൽ വാസ്തവത്തിൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന നമ്മുടെ ഈ പഹൽഗാമിൽ നടത്തിയ ആക്രമണം ഭീകരാക്രമണമാണ് എന്നതുപോലെ തന്നെ ഇന്ത്യയുടെ പരമാധികാരത്തിന് നേരെ, ഇന്ത്യയുടെ പരമാധികാര ചിന്തകൾക്ക് നേരെ, അതായത് ഇന്ത്യയും പാകിസ്ഥാനും എന്ന് പറയുന്നത് വീണ്ടും കൂട്ടിക്കെട്ടുന്നതിന് വേണ്ടിയിട്ട്, കാശ്മീരിനെ അതിൻ്റെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വിദേശ ഭരണാധികാരി നടത്തിയ ബോധപൂർവമായ ശ്രമമാണിത്. ആ ശ്രമത്തിനെതിരായ പരാമർശം, അതായത് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള തർക്കമാകട്ടെ, ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള തർക്കമാവട്ടെ, ഇവ പരിഹരിക്കാനുള്ള ശേഷി ഇന്ത്യ രാജ്യത്തിനുണ്ട്. മൂന്നാമതൊരു ശക്തി, അത് അമേരിക്കയാണെങ്കിൽ പോലും ഇടപെടേണ്ട കാര്യമില്ല എന്ന അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയാനുള്ള ഏറ്റവും വലിയ സുവർണാവസരമായിരുന്നു ഇന്ന് ഇപ്പോൾ അദ്ദേഹം സംസാരിച്ച് നിർത്തിയ അവസരം. ആ അവസരത്തിൽ അത് ഇവിടെ നേരത്തെ BJPയെ പ്രതിനിധീകരിക്കുന്ന സഹോദരി പറഞ്ഞതുപോലെ ഈ ലോകത്തിന് തന്നെ ഭീകരതയ്ക്കെതിരായ സന്ദേശം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അതുപോലെ ഒരു സന്ദേശം ഇന്ത്യയുടെ പരമാധികാരത്തെയും ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിനെയും ഇന്ത്യയുടെ ഔന്നത്യത്തെയും സൂചിപ്പിക്കുന്ന തരത്തിൽ ഇന്ത്യ ശക്തമായി കഴിഞ്ഞു. വേറെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ പിന്തുണയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഔദാര്യമോ കൊണ്ട് നിൽക്കേണ്ട രാജ്യമല്ല. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഭരണാധികാരികൾ ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ അല്ലെങ്കിൽ കാശ്മീർ വിഷയത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു വാചകം കൂടി അദ്ദേഹം സംസാരിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നന്നാകുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. സജനി, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ഇന്ത്യയുടെ വിദേശ നയം, അതേക്കുറിച്ച് പതിറ്റാണ്ടുകളായി നമ്മൾ അഭിമാനം കൊള്ളുന്നതാണ്. അത് ലോകം രണ്ട് ചേരികളായി തിരിഞ്ഞു നിന്ന കാലത്ത് ചേരാ രാജ്യങ്ങളുടെ നായകസ്ഥാനം വഹിച്ചുകൊണ്ട് ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോയ നയമാണ്. പുതിയ ലോകക്രമത്തിൽ മറ്റൊരു തരത്തിൽ അത് തുടരേണ്ടതുമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ പരമാധികാരത്തിലേക്ക് കൈ കടത്തുന്ന ഒരു പരാമർശം, ലോക പോലീസുകാരൻ എന്നാണ് നമ്മളൊക്കെ പറയാറ് ആയിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ്, ഇപ്പോൾ ലോക ചക്രവർത്തി എന്നൊരു പരാമർശം ജോസഫ് ആൻ്റണി മാഷ് നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ പെരുമാറുന്ന ഒരു രാഷ്ട്രത്തലവനിൽ നിന്ന് ഉണ്ടായിട്ട് ഇന്ത്യയുടെ പരമാധികാരത്തിൻ്റെ കാവൽക്കാരനായി സംസാരിച്ച നരേന്ദ്രമോദി ഒരു വാക്ക് അതിനെതിരെ പറയേണ്ടതായിരുന്നു എന്നൊരു വാദമാണ് ഇപ്പോൾ ഈ ചർച്ചയ്ക്കിടയിൽ പൊന്തി വന്നിട്ടുള്ളത്. BJPയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് അങ്ങയുടെ പ്രതികരണം. ഈ
ഓപ്പറേഷൻ സിന്ദൂറിന്റെ മഹാവിജയത്തെക്കുറിച്ച് അദ്ദേഹം രാജ്യത്തെ ജനങ്ങളോട് സംസാരിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും സുരക്ഷിതത്വവും ഐക്യവും ഒക്കെ സംരക്ഷിക്കുവാൻ, ഈ രാജ്യത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും അതിന് രക്ഷ നൽകുവാൻ ഈ രാജ്യം പ്രതിജ്ഞാബദ്ധമാണ് എന്ന ഒരു വലിയ സന്ദേശം അത് ഈ ഓപ്പറേഷനിലൂടെ, ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിലൂടെ അദ്ദേഹം രാജ്യത്തിനും ലോകത്തിനും നൽകിയപ്പോൾ അത് ഈ നാട്ടിലെ 140 കോടി ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം സംസാരിക്കേണ്ടത് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചാണ്, അല്ലാതെ ട്രംപിനെ കുറിച്ചല്ല, വിദേശ നയത്തെ കുറിച്ചല്ല. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ട്രംപ് നടത്തിയ പരാമർശം ട്രംപിനെ കുറിച്ചുള്ള ഒരു ആസ്വാദനമല്ല, ട്രംപിന്റെ രീതികളെ കുറിച്ചുള്ള ഒരു പ്രതികരണമല്ല. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ട്രംപ് നടത്തിയ, ലോകം ശ്രദ്ധിച്ച, ഇന്ത്യ ഏറെ ചർച്ച ചെയ്ത ആ പരാമർശം പ്രസക്തമായിരുന്നില്ല എന്നാണോ താങ്കൾ പറയുന്നത്? വിശദീകരിക്കൂ. അല്ല, ഈ അഭിസംബോധനയിൽ ട്രംപിന്റെ പരാമർശത്തെ കുറിച്ച് സംസാരിക്കേണ്ട ഒരു സാഹചര്യം ഇല്ലല്ലോ. അതല്ലായിരുന്നല്ലോ വിഷയം. എങ്ങനെയാണ് സിന്ദൂർ അതിന്റെ മഹാവിജയത്തിലേക്ക് എത്തിയത് എന്നതിനെ കുറിച്ച് മാത്രമാണ് അദ്ദേഹം സംസാരിച്ചത്. ക്ലിയർ ആയി. അതിന്റെ ആ വീര അതാണ് പറയേണ്ടത്, അത്രേ പറയേണ്ടതുള്ളൂ. ഇത് ട്രംപിന്റെ പരാമർശം മറുപടി അർഹിക്കുന്നില്ല എന്നാണ് അങ്ങ് പറയുന്നത്. ഞാനത് അങ്ങനെ തന്നെ ചർച്ചയുടെ ഭാഗമായി അംഗീകരിച്ചിരിക്കുന്നു. ഞാൻ മുന്നോട്ട് പോകുന്നു. ഡോക്ടർ KS അരുൺകുമാർ, ഇത് സത്യത്തിൽ നമ്മളൊക്കെ ആവേശത്തോടെ പഠിച്ച, ഇന്ത്യൻ ജനത ആവേശത്തോടെ മനസ്സിലാക്കിയ ഇന്ത്യയുടെ വിദേശ നയത്തിൽ വെള്ളം ചേർക്കപ്പെടുന്ന ഒരു 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 അനുഭവമായിട്ടാണ് വിലയിരുത്തപ്പെടുക എന്ന് തോന്നുന്നു. അതായത് നമ്മൾ ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇന്ത്യയുടെ വിജയം എന്ന് പറയുന്നത് ഭീകരരുടെ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിൽ അവസാനിക്കുന്നില്ല. ഇന്ത്യയുടെ വിജയം ഈ ഘട്ടത്തിൽ പൂർണ്ണമാകണമെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അമേരിക്കയുടെ സാന്നിധ്യം ഏതെങ്കിലും തരത്തിൽ ഉണ്ടാകരുത്. അപ്പോഴേ ഇന്ത്യയുടെ വിജയം പൂർണ്ണമാകുള്ളൂ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാര്യനിർണേതാവായി അമേരിക്ക മാറരുത്. അപ്പോഴേ ഇന്ത്യയുടെ വിജയം പൂർണ്ണമാകുന്നുള്ളൂ എന്ന് വിചാരിക്കുന്നുണ്ട് നമ്മളെല്ലാവരും. അതുകൂടി അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വ്യക്തമാക്കാൻ ഇന്ത്യയുടെ പരമാധികാരത്തിൻ്റെ, ഇന്ത്യയുടെ അഖണ്ഡതയുടെയും ഇന്ത്യയുടെ ജനങ്ങളുടെ ക്ഷേമത്തിൻ്റെയും സുരക്ഷയുടെയും കാര്യമാണ് ഇപ്പോൾ BJP പ്രതിനിധി പറഞ്ഞത്. അതിൻ്റെ അപ്പുറത്ത് ഇന്ത്യയുടെ പരമാധികാരത്തിൻ്റെ പ്രശ്നം കൂടിയുണ്ട്. നരേന്ദ്രമോദി അതിന് അടിവരയിടേണ്ടതായിരുന്നില്ലേ? അത് ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹം സംസാരിച്ചത് എന്ത് സന്ദേശമാണ് നമുക്ക്, ലോകത്തിന്, അമേരിക്കയ്ക്ക് നൽകുന്നത്? അരുൺകുമാർ, താങ്കളുടെ അഭിപ്രായങ്ങൾ. ഈ തീവ്രവാദത്തിനെതിരെ രാജ്യം നടത്തിയ ഈ ആക്രമണം, ആ ഇടപെടലിന് ആദ്യഘട്ടം മുതൽ നേതൃത്വം കൊടുത്ത സൈനിക മേധാവികൾക്കൊപ്പം പത്രസമ്മേളനം നടത്തിയ വിദേശകാര്യ സെക്രട്ടറിക്ക് വരെ തന്റെ സ്വന്തം സോഷ്യൽ മീഡിയ അക്കൗണ്ട് വേണ്ടെന്ന് വെക്കേണ്ടി വരുന്ന ഒരു ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് ഈ രാജ്യം പോയി. അത് പോകാനുള്ള കാരണം, ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോൾ അതിലൊന്നെങ്കിൽ ഒരു കരാറുണ്ടാകണം. അത് ചിലപ്പോൾ റിട്ടേൺ എഗ്രിമെന്റ് ആകാം, ഓറൽ എഗ്രിമെന്റ് ആകാം, പരസ്പര ധാരണയായിരിക്കണം. ആ ധാരണ എന്താണെന്ന് അറിയാൻ ഈ രാജ്യത്തെ ഓരോ പൗരന്മാർക്കും അവകാശമുണ്ട്. ആ ധാരണയിൽ, അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ അതിൽ പ്രഥമ സ്ഥാനം കിട്ടേണ്ടത് നമ്മുടെ അതിർത്തി ലംഘിച്ച് നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളെ തകർത്ത് നമ്മുടെ പരമാധികാരത്തിലേക്ക് ആയുധങ്ങളുമായിട്ട് എത്തിച്ചേർന്ന് 26 നിരപരാധികളെ വെടിവെച്ച് കൊന്നിട്ട് ആ ഫോട്ടോ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടല്ലോ. 4 തീവ്രവാദികൾ ആയുധങ്ങളും അണിഞ്ഞ് വളരെ അഹങ്കാരത്തോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ 4 തീവ്രവാദികളുടെ അടക്കം ഫോട്ടോ ഉണ്ട്. 6 പേരുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ തീവ്രവാദികളെ ഇന്ത്യക്ക് കൈമാറാൻ പാകിസ്ഥാൻ തയ്യാറാണോ? എന്തുകൊണ്ട് അവരെ തയ്യാറാകുന്നില്ല? അവരെ കയ്യോടെ പിടികൂടാതെ എന്ത് കോംപ്രമൈസ്, എന്ത് ധാരണ? അത് ജനങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, പാക് അധിനിവേശ കാശ്മീരിലും പാകിസ്ഥാൻ അതിർത്തിയിലുമെല്ലാം നിരവധി തീവ്രവാദ ക്യാമ്പുകളുണ്ട്. 9 ക്യാമ്പുകൾ നമ്മൾ തകർത്തു എന്നാണ് പട്ടാള മേധാവികൾ നമ്മളോട് പറഞ്ഞത്. അത്തരത്തിലുള്ള ക്യാമ്പുകൾ ഇനിയും പ്രവർത്തിക്കുമോ? ആ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് എന്തു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്? ഇന്ത്യ എന്ന മഹാജനാധിപത്യ പരമാധികാര രാജ്യത്തെ തകർക്കാൻ വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ ക്യാമ്പുകൾ ഇനിയും ഭാവിയിൽ പ്രവർത്തിക്കുമോ എന്നറിയുവാനുള്ള അധികാരം, അവകാശം ഈ രാജ്യത്തെ ജനങ്ങൾക്കുണ്ട്. അല്ലാതെ എന്തു ധാരണയാണ് ഇവിടെ ഇരു രാജ്യങ്ങൾ തമ്മിൽ അമേരിക്കയുടെ സാന്നിധ്യത്തിൽ ഉണ്ടായത്?
ആ അമേരിക്കയ്ക്ക് അതിൽ എന്താണ് റോള്, എന്താണ് ട്രംപ് അതിൽ വളരെ വിദഗ്ധമായി വിശദമായി ഇടപെട്ടു എന്ന് പറയാൻ അദ്ദേഹത്തിന് എന്താണ് അധികാരം, ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതെന്താണ് ആ ധാരണ എന്ന് ജനങ്ങൾക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ട്. ഇതൊന്നും പറയാതെ വൈകാരികമായി നമ്മൾ ഇന്നത് ചെയ്തു, അത് നമ്മുടെ മുന്നിൽ കഴിഞ്ഞ 2-3 ദിവസമായിട്ടുണ്ടല്ലോ, കുറച്ച് ദൃശ്യങ്ങളും പത്രവാർത്തകളും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഈ ഓപ്പറേഷൻ ആരംഭിച്ചതിന് ശേഷം നമ്മുടെ എത്ര പ്രിയപ്പെട്ട പട്ടാളക്കാർ മരിച്ചു, ആ പട്ടാളക്കാരുടെ ശവസംസ്കാരങ്ങളും എല്ലാം ലൈവായി നമ്മൾ കണ്ടതല്ലേ. നമുക്കും ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയുടെ സാമ്രാജ്യത്വ അധിനിവേശം ഈ രാജ്യത്തിന്റെ നയങ്ങൾ തീരുമാനിക്കുന്ന അമേരിക്കയായി മാറുന്നു. അമേരിക്കൻ ഭരണാധികാരികൾ വരുമ്പോൾ നമ്മുടെ ഭരണാധികാരികൾ മുട്ടിടിക്കുന്നവരായി മാറുന്നു, മൗനം പാലിക്കുന്നു. ഇവർ തമ്മിലുള്ള ധാരണ എന്താണെന്ന് മറച്ചു വെക്കപ്പെടുന്നു. പാർലമെന്റ് വിളിക്കണമെന്നും ചർച്ച ചെയ്യണമെന്നും എന്താണ് ഇപ്പോഴുണ്ടായിട്ടുള്ള സാഹചര്യം എന്ന് അറിയുവാനുള്ള ആഗ്രഹം പാർലമെന്റിനും ജനങ്ങൾക്കുമുണ്ട് എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തോട് പോലും മൗനം പാലിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് ഗുരുതരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത്. അമേരിക്ക തീരുമാനിക്കും, നമ്മൾ നടപ്പാക്കും. അമേരിക്ക ആഹ്വാനം ചെയ്യും, നമ്മൾ മൗനം പാലിക്കും. ഇവിടെ ഒരു വെടിനിർത്തൽ ഞങ്ങൾ ഇടപെട്ടുണ്ടാക്കി എന്ന് പറയുമ്പോഴും എന്താണ് മൂന്നാമതൊരു ശക്തിയുടെ ഇടപെടലിന്റെ ഭാഗം എന്നറിയാൻ നമുക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ എന്ത് വ്യവസ്ഥയാണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഇവിടെ വന്ന് ഇത്തരത്തിൽ തോന്നിവാസം കാണിച്ച, ആക്രമണം കാണിച്ച ആ തീവ്രവാദികളെ പോലും കൈമാറാതെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കാതെ നമ്മൾ വിജയിച്ചു എന്ന് പറയുന്നതിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത്? അതുകൊണ്ട് നമുക്ക് വാദത്തിന് വേണ്ടി പറയാം വിജയിച്ചു എന്ന്. പക്ഷെ ഇപ്പോഴും ആ 26 കുടുംബത്തോട്, അതിന്റെ ഭാഗമായി രാജ്യത്തോട് മൊത്തം, രാജ്യത്തെ ജനങ്ങളോട് മൊത്തം, ഇപ്പൊ ഈ ആക്രമണത്തിന്റെ ഭാഗമായി അതിനുശേഷം കൊല്ലപ്പെട്ട വീരമൃത്യു വരിച്ച നമ്മുടെ പ്രിയപ്പെട്ട സൈനികരോട്, അവരോടുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റ്, ഇവയെല്ലാം ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ ഇതിന് മറുപടി പറയേണ്ടി വരും. പാർലമെന്റിൽ തന്നെ ഇതിന്റെ എന്നാണോ ഇനി പാർലമെന്റ് കൂടുന്നത്, ആ കൂടുന്ന സമയത്ത് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന പ്രശ്നങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി പറഞ്ഞുകൊണ്ട് മാത്രമേ ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ കഴിയൂ. ഇത്തരത്തിൽ സാമ്രാജ്യത്വ ശക്തികളുടെ ആഹ്വാനത്തിന് മുന്നിൽ കീഴടങ്ങുന്ന, പ്രത്യേകിച്ച് ട്രംപ് ഒന്ന് കണ്ണുരുട്ടുമ്പോഴേക്കും പേടിച്ചു പോകുന്ന തരത്തിലേക്ക് ഇന്ത്യ മാറിയാൽ ഇന്ത്യയുടെ ഭാവി വിദൂര ഭാവിയിൽ ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് പോകുമെന്നതിൽ യാതൊരു സംശയമില്ല. സജനി, താങ്കൾ കൈ ഉയർത്തുന്നുണ്ടായിരുന്നു, എന്താണ് ഇടപെട്ട് പറയാൻ വന്നത്? അല്ല, ശ്രീ അരുൺകുമാറിന്റെ ഈ ഇത്ര ബാലിശമായിട്ടുള്ള ഇത്ര പ്രസ്താവന ഉണ്ടല്ലോ. അമേരിക്ക വന്നു, കണ്ണുരുട്ടി, ഇവിടെ നമ്മുടെ രാജ്യം പേടിച്ചു. ഇത് അങ്ങനെയല്ലാതെ എനിക്ക് മറ്റൊന്നും പറയാൻ. അല്ലല്ല, ഞാൻ വരുന്നല്ലോ, പിടിച്ചില്ല എന്ന് ഒരു വിശേഷണം ചേർത്താതെ എന്തുകൊണ്ട് ബാലിശമാണെന്ന് വിശദീകരിച്ചാൽ മതി. ബാലിശമാണെന്ന് ആളുകൾക്ക് മനസ്സിലാവും. താങ്കൾ വിശദീകരിക്കൂ. അല്ലല്ല, ഞാൻ പറയാമല്ലോ. അതായത് ഈ അവിടെ വന്ന് ആക്രമണം നടത്തിയ ആ 4 തീവ്രവാദികളെ പിടിച്ചില്ല, ട്രാക്ക് ചെയ്തില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അവരെ പിടിച്ചില്ല, ട്രാക്ക് ചെയ്തില്ല എന്ന് ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾ അല്ലെങ്കിൽ സൈന്യം പറഞ്ഞില്ലോ. നോക്കൂ, നമ്മൾ ഈ പ്രാവശ്യം യുദ്ധം നടത്തിയത്, തിരിച്ചാക്രമിച്ചത് പീവോക്കോയിലല്ല, തീവ്രവാദികളെ അവരുടെ പരിശീലന താവളങ്ങളിൽ 20-ലേറെ പരിശീലന താവളങ്ങൾ ഐഡന്റിഫൈ ചെയ്തു, അതിൽ 9 തകർത്തു എന്നാണ്. അതുപോട്ടെ, ഇതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉഭയകക്ഷി ചർച്ചയിലൂടെ ഇന്ത്യ കാശ്മീർ പ്രശ്നം പരിഹരിക്കണം എന്നതാണ് ഇന്ത്യയുടെ ചിരകാല നിലപാട്. അത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു പരാമർശം ഉണ്ടായപ്പോൾ മോദി അതിനെ എതിർക്കേണ്ടിയിരുന്നില്ല എന്നാണ് താങ്കൾ നേരത്തെ പറഞ്ഞു വെച്ചത്. അതിലേക്ക് കൂട്ടിച്ചേർക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോ ഈ രാജ്യത്തിന്റെ ഉണ്ട്. ഭാരതത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാനും അതിൽ ഇടപെടാനും വേണ്ടി ഒരു രാജ്യത്തെയും ഇവിടുത്തെ ഭരണകൂടം അനുവദിക്കില്ല. പറയരുതായിരുന്നോ? അത് പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഒരു വാക്യം പറഞ്ഞിരുന്നില്ലല്ലോ. അത് അങ്ങ് കൂട്ടിച്ചേർക്കല്ലേ? അത് പറഞ്ഞില്ല, അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇതിന് മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിന് മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനു മുമ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതെടുത്ത് മറിച്ചു വായിക്കൂ ലോകമേ എന്ന നിലപാട്. അതിന് കയ്യടി കിട്ടൂല, അതിന് കയ്യടി കിട്ടില്ല. അതായത് കാശ്മീർ അന്താരാഷ്ട്രവൽക്കരിക്കപ്പെട്ടാൽ ഇന്ത്യ പരാജയപ്പെട്ടു എന്നതാണ് കാര്യം. അമേരിക്ക ഉപദേശകനായാൽ ഇന്ത്യ പരാജയപ്പെട്ടു എന്നതാണ് പ്രശ്നം.
അതിനൊരു മറുപടി പറഞ്ഞു പോകേണ്ടതായിരുന്നു, അത് പറഞ്ഞില്ല. താങ്കൾ കൂട്ടിച്ചേർത്തത് കൊണ്ട് അത് നരേന്ദ്രമോദിയുടെ മറുപടി പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനമായി മാറില്ല. സജനി പറയൂ. അതായത് ഈ പ്രതിപക്ഷത്തിന്റെയും അതിനോട് ചേർന്ന് നിൽക്കുന്ന ചില മീഡിയയുടെയും ഒക്കെ ഇത്തരത്തിലുള്ള ബാലിശമായ പ്രസ്താവനകൾ കേൾക്കുമ്പോഴല്ലോ ഈ എങ്ങനെയാണ് ബാലിശമാകുന്നത് ആ പ്രസ്താവന? അത് വിശദീകരിക്കൂ. വാക്കുകൊണ്ട് പറയൂ. എങ്ങനെയാണ് ഈ നിലപാട്? ട്രംപിന് ഒരു മറുപടി, ട്രംപിന്റെ ഒരു നിരാകരണം കൊടുത്തുകൊണ്ട് ഇന്ത്യയുടെ വിദേശ നയം പ്രഖ്യാപിക്കേണ്ടിയിരുന്നു, ആവർത്തിക്കേണ്ടിയിരുന്നു, ഉയർത്തിപ്പിടിക്കേണ്ടിയിരുന്നു എന്ന ആവശ്യം, എന്ന വികാരം, ഇന്ത്യക്കാരുടെ ആ വികാരം എങ്ങനെയാണ് ബാലിശമാകുന്നത്? അതാണ് വിശദീകരിക്കേണ്ടത്. പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇത് വെടിനിർത്തൽ താൽക്കാലികം മാത്രമാണ്. വെടിനിർത്തൽ താൽക്കാലികം മാത്രമാണ്. ഓപ്പറേഷൻ സിന്ദൂർ ഇവിടെ അവസാനിക്കുന്നില്ല എന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു. അതായത് ഇതിങ്ങനെ അനിശ്ചിതമായിട്ട് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. അല്ലല്ല, ഈ ഒരു തെമ്മാടി രാഷ്ട്രവുമായിട്ട് എഴുതി ചേർത്തിട്ടല്ലല്ലോ വെടിനിർത്തൽ ഉണ്ടാക്കുന്നത്. തക്ക മറുപടി കൊടുക്കാൻ ഈ രാജ്യവും ഇവിടുത്തെ സൈന്യവും സർക്കാരും സജ്ജമാണ്, പ്രാപ്തമാണ്. ലോകത്തിന് മറുപടി ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ കൊടുത്ത ആ മറുപടിയിലല്ല തർക്കം. ട്രംപിന്റെ ഇടപെടലിന് മറുപടി കൊടുക്കാനായോ ഇല്ലയോ, എന്തുകൊണ്ട് കൊടുത്തില്ല, അതായിരുന്നു തർക്കം. വേണ്ടത് കൊടുത്തെങ്കിൽ അതാണ് പറയേണ്ടത്, കൊടുത്തില്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നാണ് പറയേണ്ടത്. അത് പറഞ്ഞില്ല. അത് ട്രംപിനോട് തന്നെ അത് പറയേണ്ട സാഹചര്യമല്ലല്ലോ ഇത്. അതെങ്ങനെ പറയാൻ കഴിയും? അത് എന്തുകൊണ്ട് അത് പറയേണ്ട സാഹചര്യമല്ല? അത് വളരെ വ്യക്തമാണ്. മറ്റൊരു രാജ്യം ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കുമ്പോ അതിനോട് ചേർന്ന് വരുന്നത് തന്നെയാണ്. നിർഭാഗ്യവശാൽ അത് അതിന്റെ അനുബന്ധമാണ് സഹോദരി. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചോദിക്കുന്നത്. പോട്ടെ, നമ്മൾ അതിന്റെ അടുത്ത പ്രശ്നത്തിലേക്ക് പോവുകയാണ്. അടുത്തതായി ഞങ്ങൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന, നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യം, നമ്മുടെ വിദേശ കാര്യ സെക്രട്ടറി വിക്രം മിശ്രിക്കെതിരെ ഉണ്ടായ സൈബർ ആക്രമണമാണ്. ഈ ഘട്ടത്തിൽ അത് വളരെ കാര്യമായി ഇന്ത്യയെ വിഷമിപ്പിച്ച ഒന്നാണ്. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി, പ്രധാനമന്ത്രി ഇന്നാണല്ലോ സംസാരിച്ചത്, ഇന്ത്യ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചപ്പോൾ ഇന്ത്യയുടെ ആ വെടിനിർത്തൽ അദ്ദേഹമാണ് പ്രഖ്യാപിച്ചത്. അതോടുകൂടി യുദ്ധവെറിയന്മാർ എന്ന് പറയേണ്ട വെറിച്ചുകളും ഉണ്ടാകാം. ആ യുദ്ധവെറി പൂണ്ട കുറേ ആളുകൾ അദ്ദേഹത്തിനെതിരെ ആക്രമണം നടത്തുന്നു, അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ ആക്രമണം നടത്തുന്നു, അവരുടെ പൗരത്വം ചോദ്യം ചെയ്യപ്പെടുന്നു, ജോലിയുടെ ഭാഗമായി അവരെടുക്കുന്ന നിലപാടുകൾ, അവർ വക്കീലാണ് ലണ്ടനിലെ, അവരെ ചോദ്യം ചെയ്യുന്നു. അങ്ങനെ ആക്രമണം ഉണ്ടായി എന്ന് മാത്രമല്ല, ഈ യുദ്ധവെറിയന്മാരുടെ ആക്രമണം മൂലം ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ട് അത് റദ്ദാക്കി പോകേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായി. അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് IAS കാരും IPS കാരും പല രാഷ്ട്രീയ നേതാക്കളും മുന്നോട്ട് വന്നു. MA ബേബി മുതൽ ജോൺ ബ്രിട്ടാസ് വരെ പലരും അങ്ങനെ വന്നു. അങ്ങനെ ഒറ്റപ്പെടുത്തേണ്ട ഒരു സ്ഥിതിയിലായിരുന്നു അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തുകൊണ്ട് യുദ്ധവെറിയും നമ്മളെ അപകടപ്പെടുത്തുന്ന ഒന്നല്ലേ. നമ്മുടെ രാജ്യം ചില സൈനിക നടപടികളിൽ ഏർപ്പെടുന്നു, അത് അതിൻ്റെ ലക്ഷ്യം കണ്ടു നിർത്തണം എന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിൽ രാജ്യം നിർത്തുന്നു. അത് പോരാ, യുദ്ധത്തിലേക്ക് തന്നെ പോകണം എന്ന് പറഞ്ഞ് രാജ്യവിരുദ്ധ നിലപാടെടുക്കുന്ന ഈ സൈബർ അക്രമികൾക്കെതിരെ സന്ദേശം കൊടുക്കാനും ഇന്ത്യയുടെ ആ ഉദ്യോഗസ്ഥ മേധാവിയോട് ചേർന്ന് നിൽക്കാനും ഇന്ത്യൻ ഭരണാധികാരികൾക്കൊക്കെ ബാധ്യതയുണ്ടായിരുന്നു. ഇന്ന് ജനങ്ങളോട് ഈ വിഷയം സംസാരിക്കാനെത്തിയ പ്രധാനമന്ത്രിക്ക് ആ കാര്യം പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് വ്യക്തമായ യുദ്ധവെറിക്കെതിരായ ഒരു സന്ദേശം കൊടുക്കാനും ബാധ്യതയുണ്ടായിരുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മാധ്യമ പ്രവർത്തകർ, നിരീക്ഷകരൊക്കെ അത് പറയുന്നുണ്ട്. എന്തുകൊണ്ടത് പറയാനായില്ല? ഞാൻ വീണ്ടും സജനിയിലേക്ക് വരികയാണ്.
അല്ല, ആദ്യമേ തന്നെ ഭാരതം ഒരു കാര്യം വ്യക്തമാക്കിയതാണ്. ഭാരതത്തിന്റെ ഒരു നയം എന്ന് പറയുന്നത്, ഭാരതം ഒരു രാജ്യങ്ങളുമായി യുദ്ധം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു അതിരുകളും വെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ രാജ്യത്തിന് മേൽ കടന്നാക്രമിച്ചാൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു മറുപടി തിരിച്ചു നൽകുക തന്നെ ചെയ്യും. നോക്കൂ, ഇവിടെ ഈ യുദ്ധത്തിൽ ഇവിടെ പാക് ഷെല്ലിംഗ് ഒക്കെ ഉൾപ്പെടെ സാധാരണ ജനങ്ങളുടെ പുറത്തുണ്ടായപ്പോൾ ഇവിടുത്തെ കന്യാസ്ത്രീ മഠങ്ങൾക്ക് മേൽ, സ്കൂളുകൾക്ക് മേൽ, ക്ഷേത്രങ്ങൾക്ക് മേലൊക്കെ ഉണ്ടായപ്പോഴും നാം തിരിച്ചാക്രമിച്ചത് ഭീകരവാദ കേന്ദ്രങ്ങളെയാണ്, അവരുടെ പരിശീലന അതൊക്കെ എല്ലാവർക്കും അറിയാം. അതൊരു പൊതുധാരണയാണ്. വിക്രം മിസ്ത്രി അപ്പൊ യെസ്, അതിലേക്ക് വരും. അദ്ദേഹം ഒറ്റപ്പെടുത്തപ്പെട്ടു. അദ്ദേഹത്തിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന പരാമർശങ്ങൾ പ്രധാനമന്ത്രി നടന്നില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത്തരം കാര്യങ്ങളല്ലല്ലോ ജനങ്ങളോട് പറയുന്നത്. അത് പറയേണ്ടതില്ല, അതല്ലേ നിലപാട്. ഈ രാജ്യത്തിന്റെ ഭാഗമാണ്. അതായത് ഈ അതെ, പറയേണ്ടതല്ല എന്നല്ല, അത് അണ്ടർസ്റ്റുഡ് ആണ്. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം സർക്കാരിലെ ഏറ്റവും വിശ്വസ്തനായ വളരെ കഴിവുള്ള ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം രാജ്യത്തിന്റെ മുഖമായി, വക്താവായി ഇങ്ങനെ ഒരു ഘട്ടത്തിൽ വന്നത്. തീർച്ചയായിട്ടും ഈ രാജ്യവും സർക്കാരും എല്ലാം അദ്ദേഹത്തിന്റെ കൂടെ തന്നെയാണ്. അല്ലാതെ വിക്രം മിശ്രി അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ട് റദ്ദാക്കുന്ന ഒരു തീരുമാനത്തിലേക്ക്, പ്രതിഷേധ സമാനമായ ഒരു ചെയ്തിയിലേക്ക് എന്തുകൊണ്ട് പോയി? നിങ്ങളുടെ എക്സ് അക്കൗണ്ട് തുടങ്ങൂ. നിങ്ങളെ ആക്രമിക്കുന്നവർ, സൈബർ ആക്രമണം നടക്കുന്നവർ ആരെന്ന് ഇന്ത്യ കാണട്ടെ എന്ന് ഇന്ത്യൻ ഭരണകൂടത്തിന് എന്തുകൊണ്ട് പറയാൻ കഴിഞ്ഞില്ല എന്നൊരു ചോദ്യം ഇല്ലേ? അല്ല, അത് അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ടിൽ അത് കുറെ കൂടി അദ്ദേഹത്തിന്റെ വ്യക്തിപരമാണ്, കുറെ കൂടി വൈകാരികമാണ്. ഇത്ര സൈക്കിക് പെർവേർട്സ് അത് എല്ലായിടത്തും ഉണ്ടല്ലോ. അത് മിശ്രിക്കെതിരെ മാത്രമല്ലോ. നമ്മൾ സൈബർ ഇടങ്ങൾ നടക്കുന്ന വലിയ ആക്രമണങ്ങളെ കുറിച്ച് നിങ്ങളുടെ കൂടെ ഇന്ത്യ മുഴുവനുമുണ്ട് എന്ന് പറയേണ്ട ഒരു ബാധ്യത ഭരണാധികാരികൾക്കില്ലേ? അത് പ്രധാനമന്ത്രി പറയേണ്ടിയിരുന്നില്ലേ? എങ്കിൽ എത്ര വലിയ സന്ദേശമാകുമായിരുന്നു ആ സന്ദേശം മിശ്രിക്കുണ്ട്, ജനങ്ങൾക്കുണ്ടോ? മിശ്രിക്കുണ്ടെങ്കിൽ അദ്ദേഹം അക്കൗണ്ട് പിൻവലിക്കല്ലായിരുന്നോ? എന്തൊക്കെ തീർച്ചയായിട്ടും ഉണ്ടല്ലോ, ജനങ്ങൾക്കുണ്ടല്ലോ. അത് ഒരാളുടെ എക്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് താങ്കൾ അത് ആവർത്തിക്കുകയാണ്. ഞാൻ തിരിച്ചു വരികയാണ്. അത് തന്നെയാണ് യാഥാർത്ഥ്യം. ഞാൻ തിരിച്ചു വരികയാണ്. ഡോക്ടർ ജോസഫ് ആന്റണി, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. താങ്കൾ ഒരു വിദേശകാര്യ വിദഗ്ധൻ കൂടിയാണ്. നമ്മുടെ വിദേശ സെക്രട്ടറി, വിദേശ വകുപ്പിന്റെ ഏറ്റവും പരമോന്നതനായ ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടു. അദ്ദേഹത്തെ യുദ്ധവെറിയർ ആക്രമിക്കുന്നു, അദ്ദേഹത്തിന്റെ മകളെ പോലും ആക്രമിക്കുന്നു. മനം മടുത്ത് അദ്ദേഹത്തിന്റെ കസേരയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന് ചെയ്യാവുന്ന ഏക നടപടി എന്ന് പറയാവുന്ന തരത്തിൽ അദ്ദേഹം എക്സ് അക്കൗണ്ട് റദ്ദാക്കിയിരിക്കുന്നു. അതൊരു ദേശീയ നാണക്കേടായി കാണാനുള്ള അന്തസ്സ് ഇന്ത്യക്ക് ഉണ്ടാകേണ്ടിയിരുന്നില്ലേ? ഇന്ത്യൻ പ്രധാനമന്ത്രി ആ ആക്രമണകാരികളെ തള്ളിപ്പറയുകയും വിക്രം മിശ്രയ്ക്കൊപ്പം നിലനിൽക്കുകയും ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു സന്ദേശം അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗത്തിലൂടെ കൊടുക്കേണ്ടിയിരുന്നില്ലേ? ജനങ്ങൾക്കിടയിൽ യുദ്ധവെറി പടർന്നാൽ ഇന്ത്യ പരാജയപ്പെടുകയാണ് എന്നുകൂടി ഞാൻ നേരത്തെ പറഞ്ഞ പരാജയ കാരണങ്ങളിലേക്ക് കൂട്ടിച്ചേർക്കും. അങ്ങനെ വേണ്ടിയിരുന്നില്ലേ? എന്തുകൊണ്ട് അത് പറഞ്ഞില്ല? അതേക്കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാൻ കഴിയുമോ ഡോക്ടർ? ഞാൻ വിക്രം മിശ്രയിലേക്ക് വരുന്നതിന് മുമ്പ് നേരത്തെ ഞാൻ പറയാൻ ശ്രമിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട ഈ ട്രംപുമായി ബന്ധപ്പെട്ടൊരു പോയിന്റ് പറയാൻ കൂടി എന്നെ അനുവദിക്കണം. നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഏപ്രിൽ 22-ാം തീയതി പഹൽഗാമിൽ ആക്രമണം നടക്കുമ്പോൾ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ത്യയിലുണ്ട്. വളരെ ക്രൂരമായ, മനുഷ്യത്വരഹിതമായ, ഈ അമേരിക്ക എന്ന് പറയുന്നത് മനുഷ്യാവകാശങ്ങളുടെ എല്ലാം അപ്പോസ്തലൻ, ജനാധിപത്യത്തിൻ്റെ എല്ലാം അപ്പോസ്തലൻ, ഭീകരവാദത്തിനെതിരെ തന്നെ വാർ ഓൺ ടെറർ നടത്തിയ രാജ്യം. ഓക്കെ, അങ്ങനെയുള്ള ഒരു രാജ്യത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഇവിടെ ഇരിക്കുമ്പോഴാണ് ഏപ്രിൽ 22-ാം തീയതി ഈ ആക്രമണം നടന്നത്.
എന്നിട്ട് ഇങ്ങനെ ഒരു ആക്രമണം, അതായത് മനുഷ്യത്വരഹിതമായ അമേരിക്കയുടെ ഏറ്റവും വലിയ സുഹൃത്തെന്ന് അവർ അവകാശപ്പെടുന്ന മേരാ മിത്രോം എന്നൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി ട്രംപിനെ കുറിച്ച് പറയുന്ന അത്രയ്ക്ക് അടുപ്പമുള്ള ഒരു രാജ്യത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഇവിടെ ഉള്ളപ്പോൾ ഇത്തരമൊരു ഭീകരാക്രമണം നടന്നതിന് ശേഷം ഈ അമേരിക്കൻ പ്രസിഡന്റും ഈ വൈസ് പ്രസിഡന്റും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും ഒക്കെ നടത്തിയ പ്രസ്താവനകൾ എന്താണ്? ആദ്യഘട്ടങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റിനോട് ചോദിക്കുന്നു, അമേരിക്കൻ പ്രസിഡന്റ് നിങ്ങൾ എന്താണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെക്കുറിച്ച് നിങ്ങൾ പറയുന്നത്? അപ്പോൾ പറയുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 1500 വർഷമായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിനകത്ത് നിന്ന് ഞങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറയും. പിന്നെ JD വാൻസ് പറയുന്നു ഇത് അവരുടെ രണ്ടുപേരുടെയും പ്രശ്നമാണ്, അത് അവർ തമ്മിൽ പരിഹരിച്ചോളും എന്ന് പറയുന്നു. അതായത് ഇവിടെ നടന്ന വലിയ ക്രൂരമായ ഈ ആക്രമണം നേരിട്ട് ഇവിടെ ഇന്ന് കൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞ വ്യക്തിയുടെ പ്രതികരണമാണിത്. അമേരിക്ക ഇന്ത്യയോടുള്ള സ്നേഹത്തിൻ്റെ ഒരു പ്രതികരണം നമ്മൾ മനസ്സിലാക്കുകയാണ്. 2 ദിവസം മുമ്പ് ഈ പ്രശ്നം തീരുന്നതിന് 2 ദിവസം മുമ്പ് വരെ ഈ ഭരണാധികാരികളെല്ലാം പറഞ്ഞത് ഇത് അവരുടെ പ്രശ്നമാണ്, ഞങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. അങ്ങനെ പറഞ്ഞ കാര്യം അമേരിക്കയുടെ, അതായത് ഇന്ത്യയുടെ കരുത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു രാജ്യമായ പാകിസ്ഥാൻ സർവാപരാധങ്ങളും ഏറ്റുപറഞ്ഞ് ലോകരാഷ്ട്രങ്ങളുടെ എല്ലാം മുന്നിൽ കാല് പിടിച്ചുകൊണ്ട് നേടിയെടുത്ത ഒരു അമേരിക്ക ഇടപെടൂ അല്ലെങ്കിൽ സൗദി അറേബ്യ ഇടപെടൂ എന്ന് പറഞ്ഞതിന് പ്രകാരം ഇടപെട്ടുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് നേടിയെടുത്ത ഒരു സന്ധിയായിരിക്കാം ഇത്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇടപെട്ടതുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ തർക്കം അവസാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിലൂടെ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന പരാജയപ്പെട്ട രാഷ്ട്രത്തിൻ്റെ അവസ്ഥയിലേക്ക് ഇന്ത്യ എന്ന് പറയുന്ന അതിശക്തമായ രാജ്യത്തെ താഴ്ത്തിക്കെട്ടുന്നതിന് വേണ്ടി അമേരിക്ക നടത്തിയ ബോധപൂർവമായ ശ്രമമാണ്. അതുകൊണ്ടായിരുന്നു നമ്മൾ പറയേണ്ടിയിരുന്നത് ഇത് ഇന്ത്യയുടെ കരുത്തിൽ നേടിയ വിജയമാണ്. സമയത്തൊന്ന് കൈവക്കിയിരുന്നെങ്കിൽ ഞാൻ അതിന് അവസരം തന്നെ. ഇനി മിസ്രിയിലേക്ക് മിസ്രി നമ്മൾ കാണേണ്ട കാര്യം ആരാണ് മിസ്രി? വിക്രം മിസ്രി എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല. വിക്രം മിസ്രി എന്ന് പറയുന്നത് ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യയാണ്, ഇന്ത്യയുടെ പ്രതിനിധിയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നത് ലോകത്തിനു മുമ്പിൽ പറയുന്നു, ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പറയുന്നത് ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കുന്നു, ഇന്ത്യൻ പ്രതിരോധ മന്ത്രി പറയുന്നത് ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കുന്നു, ഇന്ത്യയുടെ സേനകൾ പറയുന്നത് ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയോ പ്രതിരോധ മന്ത്രിയോ സേനാംഗങ്ങളോ പറയേണ്ട കാര്യം ലോകത്തിന് മുമ്പിൽ ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് വേണ്ടി, വിദേശകാര്യമന്ത്രിക്ക് വേണ്ടി, സേനകൾക്ക് വേണ്ടി ലോകത്തിന് മുമ്പിൽ പറയുന്നയാളാണ് അദ്ദേഹം. ഇന്ത്യയാണ് പല സന്ദർഭങ്ങളിലും. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെതിരെ ഈ ആക്രമണം നടത്തുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇന്ത്യൻ ഗവൺമെൻറ് ഏൽപ്പിച്ച ഉത്തരവാദിത്വം അതിഭംഗിയായി നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം. അത്തരം ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ആളിനെതിരെ നടത്തിയത് എന്താണ്? അതായത് നമ്മൾ പിന്നെ ഈ ഉന്നതനായ ഉദ്യോഗസ്ഥനെതിരെ നടത്തിയത് വാസ്തവത്തിൽ ഒരു ഭീകരാക്രമണമല്ലേ? ആ ഭീകരാക്രമണത്തിൽ പിന്നെ ഭയന്നിട്ടോ മനം മടുത്തിട്ടോ അല്ലേ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ സോഷ്യൽ മീഡിയ അക്കൗണ്ട് അദ്ദേഹത്തിന് സ്വകാര്യമാക്കേണ്ടത്, പ്രൈവറ്റ് ആക്കേണ്ടി വന്നത്? അപ്പോൾ ഇങ്ങനെയുള്ള ആക്രമണം നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള ചെറിയ ആക്രമണങ്ങൾ അല്ലെങ്കിൽ ആക്രമണകാരികളാണ് പിന്നെ ഭീകരവാദികളായി മാറുന്നത് എന്ന തിരിച്ചറിവ് ഇന്ത്യക്കുണ്ടാവണം. ഇങ്ങനെയുള്ള ആക്രമണങ്ങളെ അതിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ മുളയിലെ നുള്ളിക്കളയാൻ ഇന്ത്യൻ ഭരണകൂടം തയ്യാറാവുന്നില്ലെങ്കിൽ, അതിനെ വിമർശിക്കുന്നില്ലെങ്കിൽ, അതിനെ ചെറുക്കുന്നില്ലെങ്കിൽ, അതിനെ തള്ളി പറയുന്നില്ലെങ്കിൽ ഇങ്ങനെ ഏതൊരു ഭരണാധികാരിക്ക് പിന്നെ നിസ്വാർത്ഥമായി സ്വതന്ത്രമായി, അതായത് ഗവൺമെൻറ് അദ്ദേഹം ഈ വിക്രം മിസ്രി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായമല്ല പറഞ്ഞത്. വ്യക്തമാണ് മാഷേ, അത്തരത്തിലുള്ളൊരു സന്ദേശം കൊടുക്കേണ്ടതായിരുന്നു എന്നതിലേക്കാണ് താങ്കളുടെ അഭിപ്രായങ്ങളും ചേരുന്നത്. അരുൺകുമാർ, വിക്രം മിസ്രി പ്രശ്നത്തെക്കുറിച്ച് താങ്കളോടും ചോദിക്കുകയാണ്. മിസ്രി ആക്രമിക്കപ്പെട്ടു, അദ്ദേഹത്തെ ആക്രമിച്ചത് യുദ്ധവെറിയന്മാരാണ്. ഇന്ത്യ ഇപ്പോൾ വെടി നിർത്താൻ പാടില്ലായിരുന്നു, യുദ്ധം നടത്തേണ്ടിയിരുന്നു പാകിസ്ഥാനെതിരെ എന്ന് വിശ്വസിക്കുന്ന ഈ സമൂഹത്തിൽ ആരാണെന്ന് നമുക്കറിയാം. ആ കൂട്ടത്തിലെ ഏറ്റവും തീവ്രവാദികളായ ആളുകളാണ് അദ്ദേഹത്തെ ആക്രമിച്ചത്. ആ യുദ്ധവെറി ഈ സ്ഥലത്ത് നിലനിൽക്കട്ടെ എന്ന മട്ടിലാണ് ഇന്ന് നരേന്ദ്രമോദി പ്രസംഗിച്ചത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ? അദ്ദേഹത്തിൻ്റെ ഇക്കാര്യത്തിലുള്ള മൗനത്തെക്കുറിച്ച് താങ്കൾ എന്തു പറയും? വിക്രം മിസ്രി ഒരു വ്യക്തി എന്ന രൂപത്തിലല്ലല്ലോ ഈ ഇടപെടലുകൾ നടത്തിയത്. ഓരോ ദിവസവും സൈന്യത്തോടൊപ്പം നമ്മൾ നടത്തിയ പ്രത്യാക്രമണത്തെക്കുറിച്ച് ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചത് ഈ രാജ്യത്തിന്റെ പ്രതീകം എന്ന രൂപത്തിലാണ്, വ്യക്തിപരമായിട്ടുള്ള ഐഡന്റിറ്റിയിലല്ല. അപ്പോൾ ഒരു രാജ്യത്തിന്റെ തീരുമാനം, ഭരണാധികാരികളുടെ തീരുമാനമാണ് വിദേശകാര്യ സെക്രട്ടറിയിലൂടെ പുറത്തു വന്നത്. ആ വിദേശകാര്യ സെക്രട്ടറിയിലൂടെ ഈ തീരുമാനം പുറത്തു വന്നപ്പോൾ അത് അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള തീരുമാനം എന്ന രൂപത്തിൽ എടുത്തിട്ടാണ് ചില യുദ്ധവെറിയന്മാർ
ഭീകരാക്രമണം തന്നെ അദ്ദേഹത്തിനെതിരെ നടത്തിയത്. അദ്ദേഹത്തിന്റെ കുടുംബ ഫോട്ടോ, മക്കളുടെ ഫോട്ടോ എടുത്ത് രാജ്യദ്രോഹി, ദേശദ്രോഹി എന്നെല്ലാം പറഞ്ഞ് ഈ പൊതു ചർച്ചയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത നിരവധി വാചകങ്ങൾ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ ആക്രമിക്കുകയാണ്. അവസാനം ഈ രാജ്യത്തിന്റെ വിദേശകാര്യ സെക്രട്ടറിക്ക് സ്വന്തം സോഷ്യൽ മീഡിയ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്ത് വെക്കേണ്ടി വരുന്ന, അത് പിൻവലിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്ന് എന്തായാലും പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ രാജ്യത്തിന്റെ യുദ്ധവിജയവും നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ചെല്ലാം വിശദമായി പറയുമ്പോൾ ഇത്തരത്തിൽ വിദേശകാര്യ സെക്രട്ടറിക്കെതിരെ ഏകപക്ഷീയമായിട്ട് നടന്ന ഈ ആക്രമണത്തെക്കുറിച്ച് പറയുകയും അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചത് ഭരണാധികാരികൾ എടുത്ത തീരുമാനമാണ്, രാജ്യത്തിന്റെ തീരുമാനമാണ് എന്നും ഈ വിദേശകാര്യ സെക്രട്ടറിക്കൊപ്പമാണ് രാജ്യം എന്നെങ്കിലും കൂട്ടിച്ചേർക്കേണ്ടതായിരുന്നു. ഇന്ന് അദ്ദേഹം അതിൽ മൗനം പാലിക്കുമ്പോൾ നമ്മളെല്ലാം സംശയിച്ചതുപോലെ ചില യുദ്ധവെറിയന്മാർ യുദ്ധമാണ് ഇപ്പോൾ ആവശ്യം എന്ന് പറഞ്ഞ് വാദിക്കുന്നതിന് പിന്തുണ കൊടുക്കുന്നത് പോലെയല്ലേ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ തെറ്റു പറയാൻ കഴിയില്ല. നമ്മളെല്ലാവരും സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്, യുദ്ധത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരല്ല. യുദ്ധം എന്നും വേദനയും വിഷമവും മാത്രമാണ്. ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളാണ് അതിൽ ഏറ്റവും കൂടുതൽ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കുന്നത് എന്ന ഉത്തമ ബോധ്യം നമുക്കുണ്ട്. പക്ഷേ ഭീകരവാദത്തിനെതിരെ, തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ ഒരു തരത്തിലുള്ള ഒരു സന്ധിയും നമുക്കില്ല. അതിശക്തമായിട്ട് തന്നെ അതിനെ നേരിടുക തന്നെ ചെയ്യണം. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ രാജ്യം യുദ്ധം അവസാനിപ്പിച്ച് ശക്തമായിട്ടുള്ള പ്രതികരണം അവസാനിപ്പിക്കുമ്പോൾ പോസിറ്റീവായിട്ട് ചില നേട്ടങ്ങളെങ്കിലും നമ്മൾ നേടിയിട്ടുണ്ടാകണം. ഒന്ന്, തീവ്രവാദ ക്യാമ്പുകൾ എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ടാകണം. ഇവിടെ വന്ന് ആക്രമണം നടത്തി നമ്മുടെ പരമാധികാരത്തെ വെല്ലുവിളിച്ചിട്ട് പോയ ആ തീവ്രവാദികളെ കയ്യോടെ പിടികൂടി നമ്മുടെ രാജ്യത്തിന് കൈമാറാൻ പാകിസ്ഥാൻ തീരുമാനമെടുത്തിട്ടുണ്ടാകണം. അത്തരത്തിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെ സമാധാനം പുലർന്ന് മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു തീരുമാനത്തിൽ വിദേശ രാജ്യം ഏകപക്ഷീയമായിട്ട് ഇടപെട്ടത് എന്തുകൊണ്ട്, അതിനെന്താണ് കണ്ടീഷൻ, അത്തരത്തിലൊരു ഇടപെടലിന് എന്തിനാണ് രാജ്യം വശംവദരായി മാറിയത് എന്നതിനെക്കുറിച്ച് നമുക്കറിയാനുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പ്രധാനമന്ത്രി ചില ഭാഗങ്ങൾ ഇന്ന് മൗനം പാലിച്ചത് ഇത്തരത്തിലുള്ള യുദ്ധവെറിയന്മാർക്ക് കൂടുതൽ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള, പ്രത്യേകിച്ച് രാജ്യത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ലീഡർഷിപ്പിലിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ടവരെ ഇത്തരത്തിൽ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അതും രാജ്യത്തിനെതിരായിട്ടുള്ള ആക്രമണമാണ്. അത്തരത്തിൽ ആക്രമിക്കാനുള്ള ഒരു ലൈസൻസ് ആണോ കൊടുത്തതെന്ന് ആരെങ്കിലും സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇന്ന് തിരിച്ചു വരാം. ഇനിയൊരു 3 മിനിറ്റാണ് നമുക്കുള്ളത്. കാർപ്പറ്റ് ബോംബിങ്ങിനൊന്നും സമയമില്ല. സർജിക്കൽ സ്ട്രൈക്ക്, ക്ലിനിക്കൽ സ്ട്രൈക്ക് മാത്രം. സജിനി, താങ്കളിലേക്ക് ചർച്ച ഉപസംഹരിക്കാനുള്ളത് 1 മിനിറ്റിൽ പറയൂ. ഈ യുദ്ധവെറിയന്മാരല്ലേ രാജ്യത്തിനെതിരെ ചിന്തിക്കുന്നവരെ സൈബർ ഇടങ്ങളിൽ മാത്രമല്ല, ഈ രാജ്യത്തിനെതിരെ ചിന്തിക്കുന്നവർ രാജ്യത്തിന്റെ പുറത്ത് പോയി രാജ്യത്തിനെതിരെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അത് മറ്റാരുമല്ലല്ലോ, പ്രതിപക്ഷ നേതാവല്ലേ, ഇവിടെ ഇരിക്കുന്ന ശ്രീ അരുൺകുമാറിന്റെ ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യത്തിന്റെ നേതാവല്ലേ. പിന്നെ ചോദിക്കട്ടെ, യുദ്ധവെറിയന്മാർക്ക് തുല്യമായി ഈ വെറിയന്മാരായിട്ടില്ല, ഭരണത്തോട് ഭ്രാന്ത് തോന്നിയ ചിലരുടെ ഇടപെടൽ കൊണ്ടല്ലേ ഈ ഇന്ത്യയും പാകിസ്ഥാനും എന്ന 2 രാഷ്ട്രങ്ങൾ ഉണ്ടായത്? എങ്ങനെയാണ് പാക് ഒക്യുപ്പൈഡ് കാശ്മീർ ഉണ്ടായത്? അത് താഷ്കന്റ് ഉടമ്പടിയിലൂടെ അത് നെഹ്റു അത് താളത്തിൽ വെച്ച് കൊടുത്തതുകൊണ്ടല്ലേ. പിന്നെ 1971 നിങ്ങളെ അവിടുത്തെ ഈ പാക് യുദ്ധം രാജ്യം ജയിച്ചു, ഇന്ദിരാഗാന്ധി വലിയ ആള്, നക്ഷത്രം എന്തൊക്കെ പറയുന്നുണ്ടല്ലോ. അന്ന് എന്താണ് സംഭവിച്ചത്? പഞ്ചാബ്, സിന്ധ് പ്രവിശ്യകളിൽ ഇവിടുത്തെ നമ്മുടെ സേന 13,000 സ്ക്വയർ കിലോമീറ്റർ നമ്മൾ സ്വായത്തമാക്കിയപ്പോൾ അതൊക്കെ ഒരു സിംല ഉടമ്പടിയുടെ പേരിൽ അത് പാകിസ്ഥാന് വിട്ടുകൊടുത്തത് ഇന്ദിരാഗാന്ധി ആയിരുന്നില്ലേ? ആ കാലത്ത് നമ്മുടെ 54 സൈന്യം പാകിസ്ഥാന്റെ ജയിലറുകൾ ചെന്നു. എന്തുകൊണ്ടാണ്? അവരെ വിട്ടുകൊടുക്കാനുള്ള ഒരു ശ്രമവും ഉണ്ടായില്ലല്ലോ. അവർ എങ്ങനെയോ നരകിച്ച് അവിടെ മരിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും കാണാതെ ഇത്രയും പ്രോജ്വലമായ വിജയത്തെ 140 കോടി ജനങ്ങൾ പിന്നെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഈ വിജയത്തെ, തീവ്രവാദത്തിന് നേരെയുള്ള വലിയ ഒരു ആഹ്വാനത്തെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് അതിന്റെ ശോഭ കെടുത്തും വിധം ഇത്തരത്തിലുള്ള വാഗ്വാദങ്ങളും ബാലിശമായ പ്രസ്താവനകളും അത് രാജ്യവിരുദ്ധമാണ്. ജോസഫ് ആന്റണി, താങ്കളിലേക്ക്. ഞാൻ വിക്രം മിശ്രയുടെ കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. നമുക്കറിയാം, വിക്രം മിശ്രി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരിയൊന്നുമല്ല. വിക്രം മിശ്രി പറഞ്ഞത് പ്രധാനമന്ത്രി പറയേണ്ടതും വിദേശകാര്യമന്ത്രി പറയേണ്ടതും പ്രതിരോധകാര്യമന്ത്രി പറയേണ്ടതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞതിനെതിരെ അദ്ദേഹത്തിനെതിരായി ആക്രമണം നടത്തുന്ന ആക്രമണങ്ങളെല്ലാം ചെന്ന് തറയ്ക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നെഞ്ചിലും പ്രതിരോധ മന്ത്രിയുടെ നെഞ്ചിലും വിദേശകാര്യ മന്ത്രിയുടെ നെഞ്ചിലും ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ നെഞ്ചിലുമാണ്. അത് ഈ ആക്രമിക്കുന്നവർ അറിഞ്ഞാൽ വളരെ നല്ലത്. അരുൺകുമാർ,
താങ്കളുടെ വിരാമവാക്യങ്ങൾ. ഇവിടെ ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി എന്തൊക്കെയാ പറഞ്ഞതെന്ന് അവർക്ക് പോലും മനസ്സിലായില്ല. ഇവിടെ ലോകമറിയുന്ന കൊടും ഭീകരരെ 3 പേരെ കൊണ്ടുപോയി പാകിസ്ഥാന് തിരിച്ചു കൊടുത്തത് ആരാണ്? അതുപോലെ $25 ലക്ഷം കൊടുത്തത് ആരാണ്? ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഓരോ യുദ്ധം ഉണ്ടായപ്പോഴുണ്ടായ സാഹചര്യം കൃത്യമായി അനലൈസ് ചെയ്ത് തന്നെയാണ് പോയത്. ഇപ്പോഴുണ്ടായ സാഹചര്യത്തിൽ എന്താണ് ഈ വെടിനിർത്തലിന് പിന്നിലുള്ള കരാറിലെ വ്യവസ്ഥ? റിട്ടേൺ കരാറാണോ, ഓറൽ കരാറാണോ? എന്താണ് അമേരിക്കയ്ക്ക് ഇതിൽ റോള്? ട്രംപ് എന്താണ് മീഡിയേഷൻ നടത്തിയത്? ആരൊക്കെ തമ്മിലാണ്? എന്താണ് അതിന്റെ കണ്ടീഷൻസ്? അത് ജനങ്ങളോട് പറഞ്ഞത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞിട്ടാണല്ലോ വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞത്. ആ സെക്രട്ടറിയെ ആക്രമിക്കാൻ എന്താണ് കാരണം? ആരാണ് ആക്രമിക്കുന്നത്? യുദ്ധവെറിയന്മാർ തന്നെയല്ലേ? ആ യുദ്ധവെറിയന്മാരുടെ ഉദ്ദേശം എന്താണ്? ഇപ്പൊ M. സ്വരാജ് സ്വന്തം വീടിന്റെ മുറ്റത്ത് ഒരു മിസൈൽ വന്ന് പതിക്കാത്തിടത്തോളം, സ്വന്തം കുടുംബാംഗം യുദ്ധത്തിൽ കൊല്ലപ്പെടാത്തിടത്തോളം കാലം യുദ്ധം നല്ലതാണെന്ന് പറയും എന്ന് കൃത്യമായിട്ട് വാചകം എഴുതിയപ്പോൾ അദ്ദേഹത്തെ ആക്രമിച്ചത് നമ്മുടെ മുന്നിലുണ്ട്. എത്ര ഭീകരമായിട്ടുള്ള ആക്രമണമാണ് ആക്രമിച്ചത്. അതുകൊണ്ട് ഇവിടെ സമാധാനമാണ് വേണ്ടത്, യുദ്ധമല്ല വേണ്ടത്. പക്ഷേ ഇത് സുതാര്യമായിരിക്കണം. നമ്മുടെ രാജ്യത്ത് കടന്നു കയറി നമ്മുടെ പ്രിയപ്പെട്ട ടൂറിസ്റ്റുകളെ കൊന്നൊടുക്കിയ ഭീകരരെ കയ്യോടെ പിടിക്കാൻ, അല്ലെങ്കിൽ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അതിൽ മറച്ചു വെച്ചിട്ട് എന്തൊക്കെയാണ് ഉൾപാർട്ടി കണ്ടീഷൻ, ഉള്ളിലുള്ള കണ്ടീഷൻ എന്തൊക്കെയാണെന്ന് അറിയാൻ ഇവിടുത്തെ പാർലമെന്റിനും ജനങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അത് പറഞ്ഞേ പറ്റൂ. പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞില്ലെങ്കിൽ നാളെ പറയേണ്ടി വരും, പാർലമെന്റിൽ പറയേണ്ടി വരും. അത് പറയിപ്പിക്കാൻ ശേഷിയുള്ള ജനങ്ങളാണ് ഈ രാജ്യത്തുള്ളത്. അല്ലാതെ ഒരാളും ഈ രാജ്യത്തിന്റെ അപ്പോസ്തലരാവേണ്ടതില്ല. യുദ്ധം വേണം, യുദ്ധം വേണ്ട എന്ന് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്, ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. വളരെയധികം നന്ദി അരുൺകുമാർ, സജനി, ജോസഫ് ആന്റണി. എന്തായാലും 9 ഭീകരവാദ കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യൻ സേനയ്ക്ക് എല്ലാവരും അഭിവാദനങ്ങൾ അർപ്പിക്കും. ഒപ്പം തന്നെ ഈ ചർച്ചയിൽ ഉയർന്നു വന്നതുപോലെ കാശ്മീർ അന്താരാഷ്ട്രവൽക്കരിക്കപ്പെട്ടാൽ ഇന്ത്യ ജയിക്കുന്നില്ല, അമേരിക്ക ഉപദേശകനാവുമ്പോൾ ഇന്ത്യ ജയിക്കുന്നില്ല, വെറിയും തർക്കവും മൂലം തകർന്ന പാകിസ്ഥാനെ മാതൃകയാക്കിയാലും ഇന്ത്യ ജയിക്കുന്നില്ല എന്നിടത്ത് ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്.